Welcome to the special episode of Bible Insight Question Answer Session. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. I am Dr. Gladys Matthews from Bangalore. സത്യവേദ പുസ്തകം ആത്മാർത്ഥമായി വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ ഒട്ടും വ്യതിചലിക്കാതെ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ചോദ്യോത്തര പങ്ക്തി കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രേക്ഷകരുടെ അറിവിനായി പറയുന്നു, ഇതിനോടകം 10 എപ്പിസോഡുകൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷനായി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് പ്രേക്ഷകരിൽ നിന്നും അനേക ചോദ്യങ്ങളും ലഭിച്ചു. പല ചോദ്യങ്ങൾക്കും കഴിഞ്ഞ സെഷനുകളിൽ വ്യക്തമായും തൃപ്തികരമായ മറുപടിയും തന്നിട്ടുണ്ട്. ഇന്നത്തെ ഈ സെഷൻ ഒരു സ്പെഷ്യൽ എപ്പിസോഡായി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അതായത് കഴിഞ്ഞ 2 സെഷൻ എപ്പിസോഡ് 9, 10 അതിനുശേഷം പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ച ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ സെഷനിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ ആധികാരികമായി മറുപടി തരുവാൻ കർത്താവിൽ പ്രസിദ്ധനും ഹീബ്രു ബൈബിൾ സ്കോളറുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ ഇന്നും നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡിൽ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച യേശു ക്രിസ്തു മനുഷ്യ ശരീരത്തോടെയാണോ സ്വർഗത്തിലുള്ളത്, മനുഷ്യ ശരീരത്തോടെ സ്വർഗത്തിൽ ജീവിക്കുവാൻ സാധിക്കുമോ എന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. സാർ അതിന്റെ വിശദീകരണവും തന്നിരുന്നു. ഇതിനോടനുബന്ധിച്ച് പ്രേക്ഷകരിൽ നിന്നും വീണ്ടും ഒരു ചോദ്യമുണ്ട്. ഹൗ ഡു യു ജസ്റ്റിഫൈ ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ ഹെവൻ വിത്ത് ഹ്യൂമൻ ബോഡി? സ്വർഗത്തിൽ മനുഷ്യ ശരീരത്തോടെ യേശു ജീവിക്കുന്നു എന്നത് എങ്ങനെ വിശദീകരിക്കാം? അതിന്റെ ന്യായീകരണം എന്താണ്? താങ്ക് യു മാം, ഫസ്റ്റ് ഓഫ് ഓൾ ഫോർ ദ ക്വസ്റ്റ്യൻ. ഇത് ഞാൻ അതിന്റെ ആ ചോദ്യത്തിന് കഴിഞ്ഞ സെഷനിൽ മറുപടി പറയുമ്പോഴാണ് എനിക്ക് ചില പ്രികൺസെപ്ഷൻസ് ഉണ്ടായിരുന്നു. ഈ പ്രികൺസെപ്ഷൻ നമ്മൾ കോളേജിൽ പഠിപ്പിക്കുമ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. ഓൾറെഡി സ്റ്റുഡൻസിന് ആ കാര്യം അറിയാമല്ലോ, പിന്നെ നമ്മൾ അവരൊന്ന് റിമൈൻഡ് ചെയ്ത് വെച്ചാൽ മതി. ഒരുപക്ഷെ അവർ വിട്ടുപോയൊരു പോയിന്റ്സ് ഓർപ്പിച്ചാൽ മതി. നമ്മൾ വളരെ പ്രൊഫൗണ്ട് ആയിട്ട് ആ കാര്യം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നൊരു ധാരണയിൽ നമ്മൾ പഠിപ്പിക്കാറുണ്ട് പലപ്പോഴും. അപ്പം ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഈ ദാനിയേലിന്റെ 70 വീക്സ് എന്നൊരു ടോപ്പിക്സ് ഉണ്ട്, എൻഡ് പ്രൊഫസി. അത് കുട്ടികൾക്ക് അറിയാമെന്നുള്ള ധാരണയില്ല ഞാൻ പഠിപ്പിക്കുന്നത്. കുറച്ച് ഒരു സ്റ്റുഡന്റ്, സാർ ഈ ദാനിയേൽ 70 വീക്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയത്തില്ല. ഐ വാസ് ഷോക്ക്ഡ്. അപ്പൊ ഞാൻ അത്രയും പഠിപ്പിച്ച മുഴുവൻ കാൻസലായി പോയില്ലേ. ഇനി തിരിച്ചു പോയി ഡാനിയൽ 70 വീക്സ് എന്നുള്ള പഠിപ്പിച്ചിട്ട് എനിക്ക് ബാക്കി പഠിപ്പിക്കാൻ ഒക്കത്തുള്ളൂ. അപ്പം ഷേക്സ്പിയർ പഠിപ്പിക്കുമ്പോൾ, ലിറ്ററേച്ചർ പഠിപ്പിക്കുമ്പോൾ, ലിംഗ്വിസ്റ്റിക്സ് പഠിപ്പിക്കുമ്പോഴൊക്കെ ഈ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് എനിക്ക്, പ്രത്യേകിച്ച് ഫിലോസഫിയിലാണ്. കാരണം നമ്മൾക്ക് സ്റ്റുഡൻസ് അറിയാമെന്ന ധാരണയിൽ നമ്മൾ പഠിപ്പിച്ചു പോകും. അവർക്ക് ഒരു പക്ഷേ ഒത്തിരി പേർക്കും അതിന്റെ ഫണ്ടമെന്റൽസ് തന്നെ അറിഞ്ഞിരിക്കണമെന്നില്ല. ഈ ഒരു പ്രോബ്ലം നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തപ്പോഴും നമുക്കുണ്ടായി. നമ്മൾ മനസ്സിലായത് സ്റ്റുഡൻസ് എന്നുള്ള ലേണേഴ്സ് എന്നുള്ള ലിസണേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് തിരിച്ചു വന്നപ്പോഴാണ്. അപ്പോഴാണ് ഐ വാസ് ഷോക്ക്ഡ്. മൈ ഗുഡ്നസ് ഗോഡ്, ഇവർക്കൊന്നും അറിയത്തില്ലയോ? ഇത്രയും വർഷം ശുശ്രൂഷകന്മാരായിട്ടും ഉപദേശിമാരായിട്ടും ഒക്കെ ഇരുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായി ഇരുന്ന ആളുകൾക്ക് ഇത് അറിയത്തില്ല എന്നുള്ള വിഷയം നമ്മൾ അവരുടെ മറുപടി കിട്ടപ്പോഴേ മനസ്സിലായി. ദാറ്റ് വാസ് ഷോക്കിംഗ് ടു മീ. ഷോക്കിംഗ് ടു മീ എന്ന് പറഞ്ഞാൽ പിന്നെ ഇത്തരം നാൾ എന്തോ ക്രിസ്ത്യാനിയായിട്ട് ഇരുന്നത് എന്നുള്ളതാണ് ആ ഷോക്കിംഗ് ആയ ഒരു സംഭവം. ഇപ്പൊ ഇന്ന് നമ്മളത് ഈ കുറെ കൂടെ വ്യക്തമാക്കാൻ ശ്രമിക്കുക. അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇന്നത്തെ എൻ്റെ ആൻസർ കഴിഞ്ഞ ദിവസത്തെ ആൻസറിനേക്കാൾ ബെറ്റർ ആകുമെന്ന് എനിക്ക് ചിന്തയില്ല. ഐ ഡോണ്ട് തിങ്ക്. ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കിക്കാനുള്ള നമ്മുടെ ലിമിറ്റുണ്ട്, ഹ്യൂമൻ ലിമിറ്റ് ഉണ്ട്. എൻ്റെ ഹ്യൂമൻ ലിമിറ്റ് ഇവിടെ വളരെ ആപ്ലിക്കബിൾ ആകുകയും ചെയ്യുന്ന എൻ്റെ ഒരു ഐ ഫീൽ ദാറ്റ് മൈ ഹ്യൂമൻ ലിമിറ്റ്സ് വിൽ ബി വെരി മച്ച് പ്രൊമിനന്റ് വെൻ ഐ ആൻസറിങ് ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ഈ അതിൻ്റെ മുഖവരെ നമുക്ക് തുടങ്ങേണ്ടി വരും. ബൈബിൾ വായിക്കുന്ന എല്ലാവർക്കും, മോസ്റ്റ് സ്കോളർലി മാനും ഒരു സാധാരണക്കാരൻ ഒരുപോലെ ഫേസ് ചെയ്യുന്ന 2 ചോദ്യങ്ങൾ, 2 പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലം നമ്പർ 1 മെന്റൽ പ്രോബ്ലം എന്നും,
രണ്ടാമത്തെ മോറൽ പ്രോബ്ലം എന്ന്. ഈ മെന്റൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വിശുദ്ധ തിരുവെഴുത്തുകൾ എന്ന ദൈവവചനം, ദൈവശ്വാസികമായത്, ഗോഡ് ഇൻസ്പയർഡ് ആയ ഇത് നമ്മൾക്ക് മുഴുവൻ മനസ്സിലാകണമെന്നില്ല. മനസ്സിലാകാൻ പാകമായ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും ഇതിൽ ഒത്തിരി പേരുടെയും. അവരിങ്ങനെ വായിച്ചങ്ങ് തള്ളുക മാത്രമല്ല, അതിൽ നിന്ന് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും വ്യാഖ്യാനങ്ങളൊക്കെ ഇറക്കുകയും ചെയ്യും. അവർക്കത് മനസ്സിലായിട്ടേ ഇല്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായില്ല. അവർക്ക് ഈ കാര്യം മനസ്സിലായിട്ടേ ഇല്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായില്ല. അപ്പം അതിന് മെന്റൽ പ്രോബ്ലം എന്ന് പറയും. അവരുടെ മനസ്സ് അത്രയും വളർന്നില്ല. അവിടെ ഈ അവരൊരു ചോദ്യം ചോദിച്ചാൽ എന്നെ പോലെ ഒരാൾ ഹെൽപ്ലെസ്സാ, അബ്സല്യൂട്ട് ഹെൽപ്ലെസ്സാ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, തികച്ചും കണ്ണുകൂട്ടനായ ഒരാൾ, കണ്ണ് കാണത്തില്ല, അന്ധന, ഒരു രാത്രി മുറ്റത്ത് നിൽക്കുക. അപ്പൊ നമ്മൾ പറയുന്നത് ആ ഇരുട്ടത്ത് നിൽക്കേണ്ട വല്ല വിഷജീവികൾ വല്ല കടിക്കുകയും കയറി പോരെ. ഞാൻ എവിടെ ഇരുട്ട്, എവിടെ ആകാശം, എവിടെ നക്ഷത്രം, ഒരൊറ്റ നക്ഷത്രത്തെ ആകാശം കാണിച്ചു തരാമോ ഈ പുള്ളി ചോദിക്കുക. നമ്മൾ തലയും കുത്തി നിന്നാല് അതാ ആ കാണുന്നത് ആകാശം ഒരു നക്ഷത്രമാണെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ചിലർ വേദപുസ്തകത്തിൽ ചില കാര്യങ്ങൾ ഒരു വാക്യം ഇതിന് ആധാരമായിട്ട് കാണിച്ചു തരാമോ? ഒറ്റ വാക്യം കാണിച്ചു തരാമോ? എന്നോട് ഒരാൾ ചോദിച്ചു, ഈ പ്രീ ട്രിബുലേഷൻ റാപ്ചർ എന്ന് പറഞ്ഞാൽ മഹാപുര കാലത്തിന് മുമ്പ് സഭ എടുക്കപ്പെടുമെന്നുള്ളതിന് അടിസ്ഥാനമായിട്ട് ഒരൊറ്റ വാക്യം കാണിച്ചു തരാമോ? ഒറ്റ വാക്യം. ഞാനെങ്കിൽ ചിരി വരും. കാരണം വിശുദ്ധ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എത്രയോ വാക്യങ്ങൾ കിടക്കുക മഹോപദ്രവത്തിന് മുമ്പ് സഭ എടുക്കപ്പെടുമെന്ന്. ഇതൊന്നും വായിച്ചപ്പോ ഈ പുള്ളിക്ക് മനസ്സിലായില്ല. ഒരു മെന്റൽ ഇഷ്യൂ ആണ്. അപ്പൊ അതിന് നമ്മൾ ഹെൽപ്ലെസ്സാ. നമ്മളവിടെ ഹെൽപ്ലെസ് ആണ്. ഇപ്പൊ ഇവിടെ യേശുക്രിസ്തു മനുഷ്യ ശരീരത്തിൽ സ്വർഗത്തിൽ ജീവിക്കുന്നു എന്നുള്ളതിന് തെളിവായി ഒരു വാക്യം കാണിച്ചു തരാമോ എന്നൊരാൾ ചോദിച്ചാൽ നമ്മൾ ചിരിക്കുകയല്ല, അതൊന്നും ചെയ്യാനൊക്കത്തില്ല. അയാളുടെ മെന്റൽ മൈൻഡ് സെറ്റ് നമുക്ക് പോയി കറക്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അദ്ദേഹത്തിന് മാത്രമേ പറ്റത്തില്ല. ഏത്, എനിക്കിത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല, അതുകൊണ്ട് നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവികത വിന്നെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അതിന് നമുക്ക് ശരിക്കും ഒരു മെന്റൽ റീസ്ട്രക്ചറിങ് എന്ന് പറയും സൈക്കോളജി. ഒരു മെന്റൽ റീസ്ട്രക്ചറിങ്ങിന് അദ്ദേഹം തയ്യാറാണ്. നമുക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. അദ്ദേഹത്തോട് ഒരു വി ഫീൽ സോറി, അങ്ങനെ ചോദിക്കുന്ന ഒരാളോട് നമുക്ക് ഒരു സോറി ഫീലിംഗേ ഉള്ളൂ. അല്ല നമുക്ക് അവരോട് വിരോധമോ അല്ലെങ്കിൽ ഒന്നുമില്ല. അവർക്ക് മനസ്സിലാക്കേണ്ട കഴിവില്ല. ദാറ്റ്സ് ഓൾ. അപ്പം ഒന്ന് മെന്റൽ പ്രോബ്ലമാണ്, മറ്റൊന്ന് മോറൽ പ്രോബ്ലമാണ്. ഇപ്പം വേദപുസ്തകം പഠിച്ചു വരും തോറും ആളുകളെ ഫേസ് ചെയ്യുന്ന മോറൽ പ്രോബ്ലമാണ്. ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഈ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ വ്യാപകമായിട്ട് പെന്തക്കോസ്ത് സഭകളിൽ പ്രസംഗിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്തില്ല. നമുക്ക് പറ്റത്തില്ല. കാരണം ഇപ്പം സഹോദരനോട് കോപിച്ചാൽ നീ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന് മനസ്സിലായി. സഹോദരനോട് കോപിച്ചാൽ, ദേഷ്യപ്പെട്ടാൽ നീ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന്. അപ്പൊ ആ വാക്യം നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമോ? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യമോ. നമ്മൾ ആത്മാവിൽ സമ്പന്നരുമാണ്. അപ്പൊ നമ്മൾ ഈ കടുവറക്കും പോലെ അന്വേഷണം പറയുമ്പോൾ നമ്മുടെ വിചാരം നമ്മൾ ആത്മാവിൽ സമ്പന്നരാണല്ലേ. അപ്പൊ നമുക്കില്ലാത്ത വ്യാഖ്യാനമില്ല, പ്രവചനമില്ല, ദൂതില്ല, അന്യഭാഷയില്ല, വെളിപ്പാടില്ല. ഇതെല്ലാം ആത്മാവിൽ സമ്പന്നരാണ് നമ്മൾ. അപ്പൊ ആത്മാവിൽ ദരിദ്രരാകുക എന്ന് പറയുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല എന്താണെന്നുള്ളത്. അപ്പം തിരുവെഴുത്ത് പഠിച്ചു വരുന്തോറുമുള്ള പ്രോബ്ലം അതാണ്. ഫോർ എക്സാമ്പിൾ, ഈ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരു നിത്യജീവനുണ്ട്. സാറ്റിസ്ഫൈഡ്, പുത്രനിൽ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്. റോമാലേഖനത്തിൽ വന്നപ്പം സൽപ്രവൃത്തിക്ക് സ്ഥിരത കൊണ്ട്, സൽപ്രവൃത്തിക്ക് സ്ഥിരത കൊണ്ട് നീതിയും മാനവും അക്ഷയതയും അന്വേഷിക്കുന്ന നിത്യജീവൻ. അപ്പം ഒരിടത്ത് നമ്മൾ വായിച്ചത് പുത്രനിൽ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ടെന്നാണ്.
അവിടെ നിൽക്കാൻ കുഴപ്പമില്ല. ഉം. കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോഴോ സൽപ്രവൃത്തിക്ക് സ്ഥിരത, സ്ഥിരത. സ്ഥിരമായി സൽപ്രവൃത്തി ചെയ്തുകൊണ്ട് എന്ത് ഉം. ചെയ്യണം? ദൈവസന്നിധിയിൽ നീതിയായത്, ഉം. മാനമായത്, അക്ഷയമായത്, ഉം. ഇത് അന്വേഷിച്ചെങ്കിലേ നിത്യജീവൻ കിട്ടത്തുള്ളൂ. ഉം. അപ്പൊ നമ്മൾ ഇഷ്ടാക്കാൻ നമ്മളെ കൊണ്ട് നടക്കത്തില്ല. അതെ. ഒരു മോറൽ പ്രോബ്ലമാണ്. ഉം. ഈ രണ്ട് പ്രോബ്ലം എല്ലാവർക്കും ഉണ്ട്. ഉം. രണ്ട് പ്രോബ്ലം എല്ലാവർക്കും ഉണ്ട്. ഉം. ഇത് നമ്മൾ മനസ്സിലാക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തിരുവെഴുത്ത് വായിക്കുമ്പോൾ കർത്താവേ, ഇത് വായിച്ച് മനസ്സിലാക്കാൻ മാത്രമല്ല, ഇത് അനുസരിക്കാനും കൃപ തരണം. മനസ്സിലായിട്ട് കാര്യമില്ല. അതെ. ഇപ്പൊ ഒരാൾ സ്നാനത്തിന്റെ ഡോക്ടർ മുഴുവൻ പഠിച്ചു, ഉം. പക്ഷെ സ്നാനപ്പെടാൻ പറ്റത്തില്ല. ഉം. പറ്റത്തില്ല. ഉം. കൃപ ലഭിച്ചേ പറ്റത്തുള്ളൂ. അതെ. കർത്താവ് യേശു ക്രിസ്തുവിനകത്ത് അറിയാൻ താൻ ക്രൂശിക്കപ്പെടാൻ ഭൂമിയിൽ വന്നതാണെന്ന്. ഉം. പക്ഷെങ്കിൽ ക്രൂശിക്കപ്പെടേണ്ടതിന് മണിക്കൂർ മുമ്പ് തനിക്ക് മനസ്സിലായി ഉം. ഇത് തന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന്. ഉം. പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണമേ. നീക്കണമെന്ന് പ്രാർത്ഥിച്ചു. സ്വർഗത്തിൽ ദൂതന്മാർ വന്നു, ഉം. ബലപ്പെടുത്തി. ഉം. ഇനി എങ്ങനെ ക്രൂശിക്കപ്പെടുന്നത്? ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ച യേശുക്രിസ്തു. ഉം. അപ്പൊ ക്രൂശീകരിക്കാൻ നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ബലപ്പെടുത്ത കൃപയാണ്. ഉം. ആ കൃപ കിട്ടിയില്ലെങ്കിലോ തനിക്ക് അതിനെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. ഉം. അല്ലേ? അപ്പം വചനം അനുസരിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഉം. മോറൽ ഇഷ്യൂ ആണ്. Yes. കൃപ. ഇതാണ് റൈറ്റ് ആറ്റിറ്റ്യൂഡ് നമ്മൾ ദൈവജനത്തെ സമീപിക്കുമ്പോൾ. ഉം. ഒന്നാമത്തെ ഞാൻ പറഞ്ഞത് നമുക്ക് മനസ്സിലാകത്തില്ല. അതിന് നമുക്ക് മെന്റൽ റീസ്ട്രക്ചറിങ് വേണം. ഉം. അതിന് ദൈവം നമ്മളെ സഹായിക്കണം. ഉം. രണ്ടാമത്തെ നമുക്ക് മനസ്സിലായി, ഉം. പക്ഷെ അനുസരിക്കാൻ പറ്റത്തില്ല. അതിന് ദൈവകൃപ വേണം, എങ്കിലേ അനുസരിക്കാൻ പറ്റത്തുള്ളൂ. ഉം. ഈ യേശു ക്രിസ്തു മനുഷ്യ ശരീരത്തിലാണോ സ്വർഗത്തിൽ ജീവിക്കുന്നത്? ഉം. നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും അതിനകത്ത് പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉം. പക്ഷെ ഞാൻ ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. ഉം. ഈ രണ്ട് ഇഷ്യൂവും വായനക്കാർക്കുണ്ടാകാം. ഏതാ കേൾക്കുന്ന മറുപടി? മെന്റൽ ഇഷ്യൂ ഉണ്ടാകും, മോറൽ ഇഷ്യൂ ഉണ്ടാകും. ഉത്തരം കേൾക്കുന്നുണ്ട്. അത് അവർ സോൾവ് ചെയ്തു, എന്നെ കൊണ്ട് പറ്റത്തില്ല. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ക്രൂശിച്ച ആ ശരീരമാണ് അടക്കിയത്. സംശയമില്ലല്ലോ? ഉയർത്തെഴുന്നേറ്റപ്പോ ഒരാത്മാവല്ല ഉയർത്തെഴുന്നേറ്റത്, അതേ ശരീരം ഉയർത്തെഴുന്നേറ്റത്. എന്നിട്ട് ഈ തോമസിനോട് പറഞ്ഞു, തോമസ് നീ ഈ മുറിവിലൊന്ന് കൈയിട്ട് നോക്കി, അല്ലേ? എന്റെ വിലാപ്പുറത്ത് കാലും കൈയും ആണിപ്പഴുത്ത് കാണിച്ചു കൊടുത്തു. അതിന്റെ അർത്ഥം എന്താ? അതേ ശരീരമാണ് ഉയർത്തെഴുന്നേറ്റുന്ന, അല്ലേ? ആ ശരീരം അവരോട് കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ചു. ആ ശരീരം നല്ല ഒന്നാന്തര റൊട്ടിയും പിന്നെ മീനും കൂടെ തന്തൂരി ഉണ്ടാക്കി ഇവർ കൊടുത്തു. ഇത് കനല ചുട്ട പിന്നെ ഫുഡെന്ന് പറഞ്ഞ പലസ്തീൻ അന്നും ഇന്ന് ഏറ്റവും എക്സ്പെൻസീവ് ഫുഡാണ്. കനലിൽ ചുട്ടെടുക്കുന്നത് കൊടുത്തു. ആ ശരീരത്തിൽ യോഹന്നാൻ ചാരി കിടന്നു. അപ്പം വേറെ ശരീരമൊന്നും അല്ലല്ലോ. ഇനി ഈ ശരീരത്തിൽ ഇവര് ഒലിവുമരമണ്ടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ കർത്താവ് അപ്രത്യക്ഷനായില്ല, മറിച്ച് പ്രത്യക്ഷമായിട്ട് സ്ലോ ഡിഗ്രി ഉയർന്ന് മേഘം തന്നെ മറയ്ക്കുകയാണ്. അല്ല, ഇരുന്നിരിപ്പ് കാണാതായതല്ല. ഇരുന്നിരിപ്പ് ഒരാവിയോ പുകയോ ഏതോ ആത്മാവ് പോയി ഊതിപ്പോയതല്ല. ബൈ സ്ലോ ഡിഗ്രി പോവുകയാണ്. ഏത് ശരീരം? ഈ ക്രൂശിക്കപ്പെട്ട, അടക്കപ്പെട്ട, ഉയർത്തെഴുന്നേറ്റ അതേ ശരീരം പോവുക. രണ്ട് ദൂതന്മാർ വന്നു. അവർ പറഞ്ഞു, നിങ്ങളെ വിട്ട് സ്വർഗാരം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തിരികെ വരും. അങ്ങനെയാണ് ഏത് ശരീരത്തിൽ തിരിച്ചു വരുന്നത്? അതേ ശരീരത്തിൽ തിരിച്ചു വരുന്നത്.
വേറെ ശരീരത്തിലല്ല തിരിച്ചു വരുന്നത്. ഉം. ഇനി താൻ ഈ ശരീരത്തിലാണ് സ്വർഗത്തിൽ നിൽക്കുന്നതിനെന്തോ തെളിവ് ആരെങ്കിലും കണ്ടോ? സ്റ്റെഫാനോസ് മരിക്കുന്ന സമയത്ത് സ്വർഗത്തിലോട്ട് നോക്കി. നോക്കിയപ്പോ ആരെ കണ്ടു? യേശു ക്രിസ്തു പിതാവിന്റെ ദൈവസിംഹാസനത്തിന് വലത് ഭാഗത്ത് നിൽക്കുന്നു. അത് യേശു ക്രിസ്തു ആണെന്ന് സ്റ്റെഫാനോസിന് എങ്ങനെ മനസ്സിലായത്? ഒരാത്മാവ് നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. ഒരു തേജസ്കരിക്കപ്പെട്ട രൂപം ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. അല്ല, സ്റ്റെഫാനോസ് ജീവിച്ചിരുന്ന കാലത്ത് താൻ കണ്ട അതേ യേശു നിൽക്കുന്നുണ്ടല്ലോ. യേശു എന്ന് മനസ്സിലായത് അല്ലേ? ആണല്ലോ. ഇനി എത്ര നാൾ യേശു അങ്ങനെ ആ ശരീരത്തെ കാണും? കേട്ടോണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇന്ന് നമ്മെ ചേർക്കാന്നിരിക്കട്ടെ. ഇന്ന് സപ്പോസ് ടുഡേ ചേർക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ പോയി അവിടുത്തെ കാര്യപരിപാടികളെല്ലാം കഴിഞ്ഞ് പഴയ വിശുദ്ധന്മാർ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവരും. ദാനിയേൽ 17-ാം അധ്യായം. ദാനിയേൽ പ്രവചനത്തെ കാണുക, സ്വപ്നത്തിൽ രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോട് വരുന്നത് ഞാൻ കണ്ടു. അവർ അവനെ വയോധികന്റെ അടുക്കൽ കൂട്ടിവരുത്തുമാറാക്കി. ഇതൊക്കെ വേദപുസ്തകത്തിൽ വളരെ ഡിറോഗേറ്ററി ആയ ട്രാൻസ്ലേഷൻ ലാംഗ്വേജ് ആണ്. അപ്പം പിതാവായ ദൈവത്തെ പറ്റി വയോധികൻ എന്ന് അതിന് പടുകളവൻ, അപ്പൂപ്പൻ അല്ലേ? നമ്മുടെ ഭാഷയിൽ എന്താ പിന്നെ ഈ പറച്ചില്ല, പെൻഷനോ നിന്റെ പറച്ചിൽ പറയത്തില്ല നമ്മളിപ്പം. വയ്യ, അങ്ങനല്ല. ദി ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്. ഡേയ്സ് എന്ന കൺസെപ്റ്റ് 24 മണിക്കൂറുള്ള ഡേയ്സ് അല്ലേ നമുക്കുള്ളത്. അതൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പേ ജീവനോട്ടുള്ള ആളാണെന്ന് അതിന്റെ അർത്ഥം. അല്ല, പടുകളവന്റെ അടുത്ത് കൊണ്ടുവന്നല്ല, കൊണ്ടുവന്നു. അങ്ങയുടെ പുത്രനെ സകല ലോകത്തിന്റെയും ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്യണമെന്ന് പറയുന്നു. ആരെ കൊണ്ടുവന്നത്? രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ അല്ലേ? മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ. അപ്പം എത്ര തെളിവുകളായി! പ്രവാചകൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് 500 വർഷം മുമ്പ്, 600 വർഷം മുമ്പ് ദാനിയേൽ പ്രവാചകൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗത്തിൽ മനുഷ്യപുത്രനായിട്ട് നിൽക്കും എന്ന് പ്രവചന ദൃഷ്ടി കണ്ടു. ചരിത്രത്തിൽ, ഒന്ന് പ്രവചനത്തിൽ, ചരിത്രത്തിൽ സ്റ്റെഫാനോസ് അവിടെ നിൽക്കുന്നത് കണ്ടു. അവിടെ നിൽക്കുന്ന സ്റ്റെഫാനോസ് കണ്ടു. ഓക്കെ. ഇനി ഈ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യോഹന്നാന്റെ അടുത്ത് ഇറങ്ങി വരും, പത്മസൂസ് വരുമ്പോ തേജസ്കരിക്കപ്പെട്ട കർത്താവായി വരുന്നു. അപ്പോഴും ആളത് തന്നെയാ. ഈ അഗ്നിജ്വാലക്കത്തുള്ള കണ്ണും വെള്ളോടിന് സദൃശമായ കാലും ഒക്കെ ഉള്ളപ്പോഴും യോഹന്നാൻ ഒറ്റ നോട്ടത്തിൽ മനുഷ്യപുത്രനോട് സദൃശനായവൻ അല്ലേ? 33.5 വർഷം യോഹന്നാന്, 3.5 വർഷം യോഹന്നാന് പരിചയമുള്ള ആ വ്യക്തി. 3.5 years യോഹന്നാന് പരിചയമുള്ള, യോഹന്നാന്റെ ഭാഷ പറഞ്ഞ ഞാൻ കണ്ടു, പിടിച്ചു, തൊട്ടു, അറിഞ്ഞു അല്ലേ? ആ ആളിനെ കണ്ടെന്ന് ആളെ കണ്ടെന്ന് നോക്കിക്കോണേ. അപ്പം ഇത്രയും എവിഡന്റ് ആയിട്ട് വിശുദ്ധ വേദപുസ്തകം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ശരീരത്തെ പറ്റി പറയുമ്പോ ഈ ഹ്യൂമൻ ബോഡിയിൽ തനിക്ക് ചെയ്യേണ്ട പേർപ്പസിനെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഇപ്പൊ എടുക്കുന്നില്ല. ഈ ഹ്യൂമൻ ബോഡിയിൽ തനിക്ക് ചെയ്യേണ്ട ശുശ്രൂഷകൾ, ആ ശുശ്രൂഷ തനിക്കാൻ ആ ബോഡിയിൽ നിൽക്കുക. ഇനിയും ദൈവം ഒരുക്കിയ ശരീരം എന്നാണ് പറയുന്നത്. നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു അല്ലേ? അതിനു മുമ്പ് തനിക്കൊരു ഡിവൈൻ ബോഡി ഉണ്ടായിരുന്നു. തെളിവ് തരാം. യോഹന്നാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോ സിംഹാസനത്തിൽ ഒരുത്തൻ ഇരിക്കുന്നു. പിതാവായ ദൈവത്തെ പറ്റിയ ഇരിക്കുന്നവന്റെ പറ്റി ഒരു വർണ്ണന പറയുന്നുണ്ട്. അത് പിതാവായ ദൈവമാണ്.
ഈ പിതാവായ ദൈവത്തിന്റെ മാറ്റമില്ല, രൂപമാറ്റമില്ല. ഈ പിതാവിനോട് സമനായിരുന്നു യേശു ക്രിസ്തു മനുഷ്യ ശരീരം എടുക്കുന്നതിന് മുമ്പ്. തെളിവ്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം പിടിച്ചുകൊള്ളുന്നില്ല. അപ്പൊ ദൈവത്തോട് സമത്വമാണ്, സെയിം ബോഡിയാ. ആ സെയിം ബോഡി വിട്ടെവിടെ ഇറങ്ങി? എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു പറഞ്ഞ ആ മനുഷ്യ ശരീരത്തിലേക്ക് ഇറങ്ങി വന്നു. ആ ശരീരത്തിൽ ക്രൂശിക്കപ്പെട്ടു, ആ ശരീരം ഉയർത്തെഴുന്നേറ്റു, ആ ശരീരം സ്വർഗാരോഹണം ചെയ്തു. ആ ശരീരത്തിൽ തന്നെ തിരിച്ചു വരുമെന്ന് ദൂതന്മാർ പറഞ്ഞു. ആ ശരീരത്തിൽ തന്നെ സ്വർഗത്തിൽ നിൽക്കുന്നതായിട്ട് സ്തെഫാനോസ് കണ്ടു. ആ ശരീരത്തിൽ താന് രാജത്വം പ്രാപിക്കാൻ പോവുകയാണെന്ന് ദർശനത്തിൽ ദാനിയേൽ കണ്ടു. ഇനി ഒരു ചോദ്യത്തെ എന്നോട് ചോദിക്കുക, യേശുക്രിസ്തു മനുഷ്യ ശരീരത്തിൽ സ്വർഗത്തിൽ എന്നുള്ളതിന് ഒരു വാക്യം കാണിച്ചെന്ന് ചോദിച്ചാൽ കാണിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? മഹാജ്ഞാനിയായ ശലോമോൻ പ്രാർത്ഥിച്ചു, തിരുവഴുത്തുകളിലെ അത്ഭുതങ്ങളെ കാണുവാൻ എന്റെ കണ്ണ് തുറക്കണമെന്ന്. ഇന്നറായി തുറന്നില്ലെങ്കിൽ ഇത് കാണാൻ പറ്റത്തില്ല അല്ലേ? അപ്പൊ ആരുടെ പ്രോബ്ലം ഇത് കാണാൻ പറ്റാത്തത്? ആ കാണാൻ പറ്റാത്ത ആളിന്റെ പ്രോബ്ലമാ. നമുക്ക് അവരെ ചികിത്സിക്കാൻ, കണ്ണു പഠിച്ചു തുറക്കാൻ നമ്മുടെ ഒരു സംഗതിയില്ല. ഫോർ us ഇറ്റ് ഇസ് ഇമ്പോസിബിൾ. പിന്നെ ആ ശരീരം കേട്ടോ, ആ ശരീരം അതിന് മാനുഷികമായ ബലഹീനതകളില്ല. ഒന്ന്, അതിന് ജീർണതയില്ല, രോഗമില്ല, ക്ഷീണമില്ല, വിശപ്പില്ല, ദാഹമില്ല, മരണമില്ല. അടുത്തത്, നമ്മളെ പോലെ ഈ ശരീരം ഭക്ഷണം കഴിക്കുമോ? ഈ ശരീരം, സ്വർഗത്തിലുള്ള ശരീരം ഇനിയും ഭക്ഷണം കഴിക്കുമോ? കേട്ടോണേ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരോട് ഭക്ഷണം പല പ്രാവശ്യം കഴിച്ചിട്ട് നമുക്കറിയാം. ഇനിയും താന് വിശുദ്ധ തിരുവത്താഴ് ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, പറഞ്ഞാൽ ഈ പെസഹ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂന്നാമത്തെ പാത്രം എടുത്ത് കഴിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, ഇനി നിങ്ങളോടുകൂടി എന്റെ പിതാവിന്റെ രാജ്യത്തിൽ പുതിയതായി കഴിക്കുന്നത് വരെ ഞാൻ ഈ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ കഴിക്കുകയില്ല. അതെന്നായി പുതുതായി കഴിക്കുന്നത്? നമ്മൾ സ്വർഗത്തിൽ ചെന്ന് കുഞ്ഞാടിന്റെ കല്യാണം കഴിയുമ്പോ അവിടെ വിവാഹ സദ്യയുണ്ട്. അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? കുഞ്ഞാടിന്റെ കല്യാണത്തിന് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. അവിടെ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബും പന്തിയിലിരിക്കുന്നു അല്ലേ? അപ്പൊ അവിടെ വെച്ച് ഫോർത്ത് കപ്പ്, ഭൂമിയിൽ കഴിക്കാതെ പോയ ഫോർത്ത് കപ്പ്, ആ ഫോർത്ത് കപ്പ് നമ്മൾ അവിടെ വെച്ച് കർത്താവിനോട് കഴിക്കാൻ പോവാ. കർത്താവ് പറഞ്ഞു, നിങ്ങളോട് എന്റെ പിതാവിന്റെ രാജ്യത്ത് ഞാൻ പുതുതായി ഈ പാനപാത്രത്തിൽ നിന്ന് കഴിക്കുമെന്ന്. ആണല്ലോ. അപ്പൊ സ്വർഗത്തിൽ കർത്താവ് ഭക്ഷണം കഴിക്കും. ആണല്ലോ. സ്വർഗത്തിൽ കർത്താവ് ജീവനോടിരിക്കുന്നു. തന്റെ ഐഡന്റിറ്റി, താനാണ് എന്നുള്ള ഐഡന്റിറ്റി തന്റെ കയ്യിലെ മുറിവുകളാ അല്ലേ? ആ ക്രൂശാണ് തന്റെ മുറിവ്. ഇതാണ് തന്റെ മുറിവ്. ഇനിയും ഇതാവൻ മേഘാരൂഢനായി വരുന്നു, സകല കണ്ണുകളും അവനെ കുത്തി തുളച്ചവരും അവനെ കാണുമെന്ന് പറഞ്ഞാൽ ഏത് ശരീരത്തിൽ കാണുമെന്ന്? ഈ ആളെയാണ് നമ്മൾ കുത്തി തുളച്ചെന്ന് എങ്ങനെ മനസ്സിലാകുന്നത്? ആണിപ്പാടുകൾ കാണുമ്പോൾ. ആണിപ്പാടുകളാണല്ലേ. ചിലർ വിചാരിക്കുന്നത് ഈ കുറുക്കൻ രാജാവായ പോലാണെന്ന. ഇത് കുറുക്കനെ എങ്ങാണ്ട് ഇന്ന് നീലവെള്ളത്തിൽ ചാടി പൊങ്ങിയ പുള്ളി പുതിയ ആളാണ്. തിരിച്ച് നാട്ടിൽ ഒന്ന് ഞാൻ വലിയ രാജാവാന്ന് പറഞ്ഞ പോലെ. ഈ കുറുക്കൻ നീലവെള്ളത്തിൽ ചാടിയ പരിപാടി അല്ല. താൻ ഏത് ശരീരത്തിൽ പോയോ ആ ശരീരത്തിൽ അവിടെ ജീവിക്കുകയും ആ ശരീരത്തിൽ തന്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയും അതേ ശരീരത്തിൽ മടങ്ങി വരും എന്നുള്ള പ്രവചനം അനുസരിച്ച് നാം മടങ്ങി വരികയും ആ ശരീരത്തിൽ തന്നെ കാണുമ്പോൾ തന്നെ കുത്തിത്തുളച്ചവർ തന്നെ തിരിച്ചറിയുകയും ചെയ്യുമെന്ന് സെഖര്യാവും
പറഞ്ഞിരിക്കെ ഇതിൽ കൂടുതൽ ഒരു എവിഡൻസ് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ നമുക്കെല്ലാം പറയാം, എന്റെ പൊന്നു കുഞ്ഞെ ബൈബിൾ വായിച്ചാൽ നിനക്കൊന്നും മനസ്സിലാകത്തില്ല. യു ബെറ്റർ അണ്ടർഗോ എ മെന്റൽ റീകൺസ്ട്രക്ഷൻ. ഒരു മെന്റൽ റീകൺസ്ട്രക്ഷന് വിധേയനാകുന്ന മാത്രമേ പറയാനൊക്കത്തുള്ളൂ. That's all my answer, Mom. That's all. Thank you very much, sir. Very clear. Yeah, very convincing. Thank you. രണ്ടാമത്തെ ചോദ്യം, please explain the concept of rapture and the great tribulation. സഭയുടെ സഭയുടെ ഉൽപ്രാവണവും മഹോപദ്രവവും എന്നുള്ളത്. സഭയുടെ ഉൽപ്രാവണം എന്നുള്ളത് ഏത് സമയത്തും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ഇറ്റ് ക്യാൻ ഹാപ്പൻ അറ്റ് എനി ടൈം. ഇന്ന കാര്യങ്ങൾ നടന്നു കഴിഞ്ഞെങ്കിൽ സഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. ഇറ്റ് ക്യാൻ ഹാപ്പൻ എനി ടൈം. കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്നിറങ്ങിയവരെയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്നവരെ നാം അവരോടനുബന്ധിച്ച് കർത്താവിന്റെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ആയിരിക്കും. അത് കുറെ അധികം ചോദ്യങ്ങളുടെ ഉത്തരമാണ്. That means it is the end of a conundrum. ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആണ്, ഫുൾ സ്റ്റോപ്പ് ആണ് ഈ സഭയുടെ ഉൽപ്രാവണം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെയൊക്കെ വളരെ വേണ്ടപ്പെട്ട ആളുകൾ മരിച്ചിട്ടുണ്ട്. എൻ്റെ ഗ്രാൻഡ് ഫാദർ മരിച്ചാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഷോക്ക്. പിന്നെ എൻ്റെ യംഗർ സിസ്റ്റർ മരിച്ചതായിരുന്നു. എൻ്റെ പേരൻസ്, എൻ്റെ വൈഫിൻ്റെ പേരൻസ് ഇവരൊക്കെ മരിച്ചു. അപ്പം അവരവിടെ പോയി. What happened to them? ഇതാ ഒന്നാമത്തെ ചോദ്യം. അപ്പം അതിൻ്റെ ഒരു മറുപടി ഇവിടെ ഉണ്ട്. രണ്ടു തരം മരണമുണ്ട് ഈ ഭൂമിയിൽ. ഒന്ന് ക്രിസ്തുവിൽ മരിക്കുന്നവരും, രണ്ട് അല്ലാതെ മരിക്കുന്നവരും. കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി കാത്തിരുന്നിരുന്നിരുന്ന് മരിച്ചു. ഇത് പഴയ നിയമകാലത്തുമുണ്ട്, പുതിയ നിയമകാലത്തുമുണ്ട്. വാഗ്ദത്തം മശിഹായ്ക്ക് വേണ്ടി കാത്തിരുന്നു, വാഗ്ദത്തം നിവൃത്തി പ്രാപിക്കാതെ മരിച്ചുപോയവര് എന്ന് പറഞ്ഞാൽ കർത്താവിനെ കാണാൻ കഴിയാൻ മരിച്ചു. നമ്മളും നമ്മുടെ കാലത്ത് കർത്താവ് വരുമെന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. കർത്താവ് അഥവാ വന്നില്ല, നമ്മൾ മരിച്ചു. ഇതാണ് ക്രിസ്തുവിൽ മരിച്ചവർ എന്ന് പറയുന്നത്. ഇനിയും അങ്ങനെ അല്ലാതെ മരിക്കുന്നവരും. ക്രിസ്തുവിൽ മരിക്കുന്നവരുടെ മരണത്തിന് മുമ്പ്, ഇതെല്ലാം പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. എൻ്റെ വീട്ടിൽ മരണങ്ങൾ നടന്നുകൊണ്ടും ഞാൻ തന്നെ ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് കടന്നുപോയ ആളായോണ്ട് പറയുന്നത്. ആ വീടിന് ചുറ്റും അല്ലെ ആ വീടിന് ചുറ്റും ഒരു ഹെയിലോ ഉണ്ടാവും, ഒരു ഏഞ്ചലിക് പ്രസൻസ് ഉണ്ടാവും. ഏഞ്ചലിക് പ്രസൻസ് ഉണ്ടാകാൻ കാരണം അതിൻ്റെ ഏഴ് അയലോകത്തു നിന്ന് ഒരു ദുഷ്ടാത്മാവിന് അനുവാദമില്ല വരാൻ. കാരണം ദൈവത്തിന് പ്രിയപ്പെട്ടതാണ് ഭക്തന്മാരുടെ മരണം. ഈ മരണത്തിൽ സംഭവിക്കുന്നത് ശരിക്കും പ്രാണൻ, ജീവൻ ശരീരത്തിൽ നിന്ന് വേർപെടുന്നതിന് മുമ്പ് ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടും. എ ഫ്യൂ സെക്കൻഡ്സ് അറ്റ്ലീസ്റ്റ്, 1-2 മിനിറ്റും ആകാം. ആ മിനിറ്റ് ഉണ്ടെങ്കിൽ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പം ഈ ആത്മാവ് നോക്കുമ്പം താൻ മരിക്കുന്നു, മറ്റുള്ള കണ്ണ് തിരുമ്മി അടയ്ക്കുന്നു, കുറെ പേര് കരയുന്നു. ഞാനിത് കണ്ട ആളാണ്. എൻ്റെ പ്രാണൻ, ആത്മാവ് ശരീരത്തിൽ വേർപെടുന്നു. അപ്പം ഡോക്ടേഴ്സ് എല്ലാം വളരെ നിസ്സാരമായിട്ട് പോയി, ആള് തീർന്നു. മെഷീൻസ് എല്ലാം കൊണ്ട് ഫിറ്റ് ചെയ്യുന്നു, ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി. അപ്പം ഒരു ഗ്ലാസ് ചേമ്പർ ഞാൻ കിടക്കുന്നു, ചുറ്റും ആൾക്കാർ നിന്ന് കരയുന്നു. അത് കണ്ടുകൊണ്ട് ഞാനങ്ങ് പോവുക. അപ്പം ഈ ശരീരത്തിന്റെ വേദന അറിയുന്നില്ലെന്ന് ഇനി പറഞ്ഞു വന്നത്. ഭക്തന്മാരുടെ മരണം അവർ പെടഞ്ഞല്ല മരിക്കുന്ന ഞാൻ പറഞ്ഞു വന്നത്. എന്റെ ഫാദർ മരിക്കുമ്പോൾ എനിക്ക് നല്ല വേദനയായിട്ട് കിടക്കുക.
ഒരു സൈഡ് ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുക. ഉം. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന എൻ്റെ അനിയന്റെ ഭാര്യയാണ്, അവളുടെ മെഡിക്കൽ ഡോക്ടറാണ്, ഉം. അനിയനും ഉണ്ട്. അവർ നമുക്ക് ഇച്ചിരുന്ന് മാറി നിൽക്കാമെന്ന് പറഞ്ഞു. അവരൊന്ന് പുറത്തോട്ടിറങ്ങി. ഫ്യൂ മിനിറ്റ്സ് കഴിഞ്ഞ് അവർ വന്നപ്പം അച്ഛൻ നേരെ കിടക്കുന്നു, ഉം. നല്ല ചിരിച്ച മുഖം, ഉം. നല്ല തേജസ് ആ മുഖത്ത്. ഉം. ഇതേ അനുഭവമായിരുന്നു എൻ്റെ ഗ്രാൻഡ് ഫാദറും. ഉം. എൻ്റെ യങ്ങർ സിസ്റ്റർ മരിക്കുമ്പോൾ ഹോസ്പിറ്റലാണ്. ഉം. ഇങ്ങനെ കട്ടലിൽ ഇരുന്ന് ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഉം. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവൾ പറഞ്ഞു, സ്വർഗം എത്ര മനോഹരമാണ്, ഉം. ഞാൻ പോവുക. ഉം. അവളുടെ മുഖത്ത് പെട്ടെന്നൊരു വലിയ ഹെയില ഉണ്ടായി, ശോഭയുണ്ടായി, ഉം. പ്രഭയുണ്ടായി. പതുക്കെ പുറകോട്ട് ചരിഞ്ഞു, തീർന്നു. ഇതാ ഭക്തന്മാരുടെ മരണം. ഉം. യഹോവയ്ക്ക് വിലയേറിയതാ. വിലയേറിയത്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ്, ദൈവം അയക്കുന്ന ദൂതന്മാര് ഉം. ഈ ആത്മാവിനെ ഒരു വിശ്രമ സ്ഥലത്ത് ഉണ്ടാക്കുക. ഉം. എവിടെന്ന് ഒരുത്തർക്കും അറിയത്തില്ല, ഉം. ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ഉം. അവിടെ നീ ഭൂമിയുമായിട്ട് കണക്ഷൻ ഇല്ല, ഓക്കേ. ഒന്നുമായിട്ടും കണക്ഷൻ ഇല്ല, അവിടെ കിടക്കുക. ഉം. ഇനി അന്ത്യകാഹളനാദത്തെങ്കിൽ ഉം. കേട്ടോ, ഉം. കാഹളം ധ്വനിക്കുമ്പോ ഉം. അവിടെ കിടക്കുന്ന ഇയാള് ഉം. കണ്ണടച്ച് തുറക്കുന്നതിന് സ്പ്ലിറ്റ് സെക്കൻഡിൽ എവിടെ അടക്കപ്പെട്ടോ അവിടെ വരും. ഉം. ഉം. അവിടെ നിന്നൊരു ശരീരം എടുക്കും. ഏത് ശരീരം? തന്റെ ഈ ശരീരം. ഭൂമിയിൽ ജീവിച്ച ശരീരത്തിൽ ഏത് ശരീരം? ആ ശരീരം. ഉം. അത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് അഴുകിപ്പോയതാ. ഉം. പക്ഷെ അവിടുന്ന് ആ ശരീരം തിരികെ എടുത്തിട്ട് പോവുക. ഉം. ജീവനോടെ ശേഷിക്കുന്ന നമ്മൾക്കോ, ഉം. നമ്മുടെ ഈ കറപ്റ്റബിൾ ബോഡി ഇൻകറപ്റ്റബിൾ ആയി മാറുക. ഉം. പക്ഷെ ഈ ശരീരത്തിൽ നമ്മളെ ആൾക്കാർക്ക് തിരിച്ചറിയാം. ഓക്കേ. ഉം. എത്ര വയസ്സുള്ള ശരീരമാ? 98 വയസ്സുള്ള അപ്പച്ചനെയാ കുഴിച്ചിട്ടിരിക്കുന്നത്. ഉം. 33 വയസ്സുള്ള യുവാവായിട്ടാണ് എഴുന്നേൽക്കുന്നത്. ഓക്കേ. സ്വർഗത്തിൽ മുതുക്കന്മാരില്ല, മുതുക്കികളും ഇല്ല. ഈ ഏണും തേഞ്ഞ് ഞാൻ ഈ കസറിൽ നിന്ന് നിരങ്ങല്ലേ, ഉം. നിശ്ചയമായും ഞാൻ ഈ വീൽ ചെയറിലല്ല സ്വർഗത്തിൽ പോകുന്നത്. ഉം. എനിക്ക് സ്വർഗത്തിൽ വീൽ ചെയർ തരാമെന്ന് ഞാൻ ചോദിക്കത്തുമില്ല. ഉം. അതാണ് ഉയർത്തെഴുന്നേറ്റ ശരീരം. ഉം. അപ്പൊ ആ ശരീരത്തിന് എന്തില്ല? ഉം. ഈ ഭൂമിയുടെ ലിമിറ്റ്സ് ഇല്ല. ലിമിറ്റ്സ് സ്പേസ്, ടൈം, എനർജി, മൂന്നിന് ലിമിറ്റ് ഇല്ല. പിന്നെ ഡി കെ ഇല്ല. ഡി കെ എന്ന് പറയുമ്പം രോഗം, ക്ഷീണം, മരണം, വിശപ്പ്, ദാഹം, ഇതില്ല. ഉം. പക്ഷേ ഈ ശരീരം ഭക്ഷണം കഴിക്കുമോ? തീർച്ചയായിട്ടും ഭക്ഷണം കഴിക്കും. കാരണം ഭക്ഷണം കഴിക്കുന്നത് വിശപ്പടക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ. ഉം. ടേസ്റ്റ് ഇല്ലയോ? ഉം. എൻജോയ്മെന്റ് ഇല്ലയോ? ഉം. ഇല്ലേ? ഉം. ഫെലോഷിപ്പ് ഇല്ലേ? ഞാൻ മോവന്റെ വീട്ടിൽ വരുന്ന മാവൻ എനിക്ക് ഭക്ഷണം തരുമെന്നിരിക്കട്ടെ, ഉം. പാവം വിശന്ന് വന്നിരിക്കും, എല്ലാം കഴിച്ചോട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണോ? അതെ. അല്ല, ഫെലോഷിപ്പ് ഇല്ലയോ? അതെ. 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 അല്ലേ? വിശുദ്ധന്മാർ കൂടാനുകൂടി വിശുദ്ധന്മാർ ഒരുമിച്ച് കാണുമ്പോഴേ ഉം. ആ സ്വർഗം ഒന്ന് ആലോചിച്ച് നോക്കി. ആ. അപ്പം അതാണ് ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന്റെ പ്രത്യേകത. ഓക്കേ. ഇനി വേറൊരു കാര്യം, ഉം. കർത്താവിന്റെ ശരീരത്തിന് ഉം. തേജസ്കരണത്തിന്റെ വ്യത്യാസമുണ്ട്. ഉം. ഓരോ സമയത്തും തേജസ്കരണം മാറും. ഉം. അത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞത്. ഉം. ഇതുപോലെ നമുക്കും തേജസ്കരണത്തിൽ വ്യത്യാസമുണ്ട്. ഉം. ഈ ഭൂമിയിൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഉം. നമ്മൾ ദൈവപുത്രന്മാരായിട്ടാണ് വരുന്നത്. ഉം. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരു തേജസ് ഉണ്ട്. ഉം. ഈ തേജസ് ഈ ഭൂമിയിൽ അടിച്ചിട്ട് ഉം. ഈ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് മാറ്റം ഉണ്ടാകുക. ഉം. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കും. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? എങ്കിൽ മാത്രമേ അവരുടെ പിന്നെ സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം. ദൈവമക്കളുടെ തേജസ് അടിച്ചു കഴിയുമ്പോൾ അവർക്ക് പിന്നെ ഡീക്കേ ഇല്ല, ദ്രവത്വത്തിന്റെ ദാസ്യത്വമില്ല. ദൈവമക്കളുടെ തേജസ് അടിച്ചു കഴിയുമ്പോൾ അവർക്ക് അതിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി.
അപ്പോൾ നമ്മളും തേജസ്കരിക്കപ്പെട്ട ശരീരമായി. ഉം. ഇനി ഈ ശരീരത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേൽപ്പോൾ ശരീരം ഉണ്ടല്ലോ, ഉം. ശരീരം ലാസ്റ്റിൽ എവിടെ ചെന്ന് നിൽക്കുന്നത്? എൻഡ് എവിടെയാണ്? ഉം. നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കാൻ പോവാ. ഓക്കെ. ഉം. അതിന് ഓയിക്കനോമി എന്ന് പറയും. ഉം. ഓയിക്കനോമി എന്ന് പറയും. ഉം. ഇറ്റ്സ് എ വെരി പ്രൊഫൗണ്ട് സബ്ജക്റ്റ്. ഉം. വെരി പ്രൊഫൗണ്ട് സബ്ജക്റ്റ്. അത് ഞാൻ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ പറയാൻ പറ്റുന്ന ലിമിറ്റ് പറയാൻ പറ്റുന്ന നല്ലത്, ബിക്കോസ് ഇറ്റ്സ് സോ വൈഡ് സബ്ജക്റ്റ്. അപ്പൊ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഓക്കെ. ഇത്രയാണ് എനിക്ക് ഈ ഇതിനെപ്പറ്റി, ഈ റിസറക്ഷൻ അല്ലെങ്കിൽ റിസറക്ഷൻ അല്ല, റാപ്ചർ എന്ന് പറയുന്നത് ദാറ്റ്സ് റാപ്ചർ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഗ്രേറ്റ് ട്രിബുലേഷൻ എന്ന് പറയുന്നത് സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ക്രോധം ഈ ഭൂമിയിൽ ചൊരിയുന്നു, ദൈവത്തിന്റെ കോപം ഈ ഭൂമിയിൽ ചൊരിയുന്നു. അതിനാണ് ഗ്രേറ്റ് ട്രിബുലേഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും രണ്ടാ. ഇത് നടക്കുമ്പോൾ സഭ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കത്തില്ല, ഒരു കാരണവശാലും ബൈ നോ മീൻസ് ഉണ്ടായിരിക്കത്തില്ല. രണ്ട് രാജ്യങ്ങൾ നമ്മൾ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നവർ ഡിപ്ലോമാറ്റ്സിനെ തിരിച്ചു വിളിക്കും. കാരണം ഡിപ്ലോമാറ്റിന് സേഫ്റ്റി ഇല്ല. നമ്മള് ദൈവത്തിന്റെ ഡിപ്ലോമാറ്റ്സ് ആണ് ഈ ഭൂമിയിൽ. ദൈവത്തിന്റെ പ്രതിനിധികളായി പറയുക അല്ലേ, ദൈവമായിട്ട് നിരപ്രഭാവിക്കുന്നത്. ആ നമ്മളെ തിരിച്ചു വിളിച്ചിട്ടേ ഇവിടെ ദൈവത്തിന്റെ ക്രോധം ചൊരിയത്തുള്ളൂ. അതാ ഇത് നമ്മൾ ഡിഫറൻസ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കൊണ്ട് പല ചോദ്യങ്ങളുടെയും ഉത്തരം തന്നെ ഞാൻ പറഞ്ഞു. അതൊരു എൻഡ് ഓഫ് എ കനൻഡ്രം. ഒരുപാട് സംശയങ്ങളുണ്ട്. ഇപ്പം മരിച്ചവരോട് പോയി അവരൊന്ന് ഉയർത്തെഴുന്നേൽക്കുക, അവർക്ക് എന്ത് സംഭവിക്കുന്നതിന്റെ എല്ലാം മറുപടി അതിനകത്തുണ്ട്. ഓക്കെ, വി ക്യാൻ കം ടു ദി നെക്സ്റ്റ് വൺ. സർ, അടുത്ത ചോദ്യം ശലോമോൻ എഴുതിയ സഭാപ്രസംഗി 11-ാം അധ്യായം 1-2 വാക്യങ്ങളെ ആസ്പദമാക്കിയുള്ളതാണ്. 1-ാമത്തെ വാക്യത്തിൽ നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക, ഏറെ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും. ഒരു ഓഹരിയെ 7-ആയിട്ടോ 8-ആയിട്ടോ വിഭാഗിച്ചു കൊള്ളുക. ഭൂമിയിൽ എന്ത് അനർത്ഥം സംഭവിക്കുമെന്ന് നീ അറിയുന്നില്ലല്ലോ. ഈ വാക്യത്തിന്റെ വിശദീകരണം എന്താണ്? ശരിക്ക് പറഞ്ഞാൽ ഈ വാക്യത്തിന്റെ വിശദീകരണം നമുക്ക് അനുമാനിക്കാനല്ലാതെ, ഐ തിങ്ക് സോ, ഐ അണ്ടർസ്റ്റാൻഡ് സോ എന്ന് പറയാനല്ലാതെ ഒരു രക്ഷയില്ല. അങ്ങനെ പറയുന്നത് എനിക്കൊട്ടും ഇഷ്ടമല്ല. ദിസ് ഇസ് വാട്ട് ഐ തിങ്ക്, ദിസ് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് ഞാൻ പറയാറില്ല. കാരണം ഞാൻ പറഞ്ഞായിരിക്കത്തല്ലോ ശരി, വാക്യം ഉദ്ദേശിക്കുന്ന വേറൊന്നല്ലേ. അപ്പൊ നമുക്ക് ഇതിനെ വചനം കൊണ്ട് ഡിസൈൻ ചെയ്യാൻ ഒരു ഡിസൈനിങ്ങേ പറ്റത്തുള്ളൂ. ഡിസൈനിങ്ങിൽ നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, അത് സുവിശേഷകൾക്കുള്ള ദൂതാണ്. അപ്പം എന്ന് പറഞ്ഞാൽ വചനം. വെള്ളം എന്ന് പറയുന്നത് ജനസമുദായ കടലാണ്. ജനസമുദായ കടലിലേക്ക് വചനം നീ വലിച്ചെറിഞ്ഞേക്കുക, ഒന്നും നോക്കാതെ വചനം പ്രസംഗിച്ചേക്കുക. ഈ വചനം പ്രസംഗിച്ചാൽ സംഭവിക്കുന്നത് എന്താണ്? മഴയും ഹിമവും ആകാശത്ത് പെയ്യുന്നു. അത് അവിടേക്ക് തിരികെ പോകാതെ, യെശയ്യാപ്രവചനം 55-ാം അധ്യായം, അവിടെ തിരികെ പോകാതെ വിതയ്ക്കുന്നവന് വിത്തും കഴിക്കുന്നവന് ആഹാരവും ലഭിക്കുന്നതിന് വേണ്ടി ഭൂമിയെ സന്ദർശിച്ച് നനയിച്ച് വിളയിച്ച് ഫ്രൂട്ട്ഫുൾ ഫലവത്താക്കുന്നത് പോലാണ് എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട എൻ്റെ വചനം. അത് തനിയെ എൻ്റെ അടുത്ത് വരത്തില്ല, പോയ കാര്യം സാധിക്കും. ഞാൻ അയച്ച കാര്യം സാധിക്കും, എൻ്റെ ഹിതം നിവർത്തിക്കും. നമ്മൾ ഈ ഉപദേശമാര് പരസ്യവും പ്രസംഗിച്ചു പോകും, ചുമ്മാ ഇങ്ങനെ പ്രസംഗിച്ചു ഇവര് കിർക്കന്മാരെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ദൈവവചനം അവിടെ കിടക്കും. അവരെ പോയി അവർ മരിച്ചും പോകും. കുറച്ച് കഴിയുമ്പോൾ വചനം അവിടെ കിടക്കും. ഈ അന്തരീക്ഷത്തിൽ കിടക്കുക. ഈ വചനം ആരുടെയെങ്കിലും ഹൃദയത്തിൽ ചെന്ന് വീഴും. വീണിട്ട് വർഷങ്ങൾ കഴിയുമ്പോഴാണ് അത് ഫ്രൂട്ട്ഫുൾ ആയിട്ട്. ഒരുപടി വിത്തെടുത്ത് നമ്മൾ മണ്ണ് വിതച്ചിട്ട് നാളെ അരിവാളും കൊണ്ട് ചെല്ലുകയാണ് കൊയ്യാനായിട്ട്. ഏറിയ നാൾ കഴിഞ്ഞിട്ട് തിരികെ വരും. ഇതുപോലെ
ഒരിടത്ത് മാത്രം നീ വിതയ്ക്കണമെന്നില്ല. 5, 6, 7, 8 ഭാഗമാക്കി മാറ്റിക്കും. നിന്റെ കയ്യിലിരിക്കുന്ന ഈ റിസോഴ്സ് ഉണ്ടല്ലോ, അപ്പം, ഡിവൈഡ് ഇറ്റ് ഇൻ ടു മെനി, സ്കാറ്റർ ഇൻ ആസ് മെനി പ്ലേസ് ആസ് പോസിബിൾ. ഏറിയ നാൾ കഴിയുമ്പോൾ തിരികെ വരുമെന്ന് പറഞ്ഞാൽ, ഏറിയ നാൾ കഴിഞ്ഞ് നമ്മൾ ദൈവസന്നിധിയിൽ പ്രതിഫലം മേടിക്കാൻ നിൽക്കും. പ്രതിഫലം മേടിക്കാൻ നിൽക്കുമ്പോൾ അനേക ആളുകൾക്ക് പ്രതിഫലം കൊടുക്കുന്ന ദൈവം പറയും, നീ ദൈവഭാഗത്ത് വരാൻ കാരണം നിന്റെ നാട്ടിൽ നീ ജനിക്കുന്നതിന് എത്രയോ വർഷം മുമ്പ് ഭക്തനായ ഒരു മനുഷ്യൻ കണ്ണുനീരോട് അവിടുന്ന് പ്രാർത്ഥിക്കുകയും കരഞ്ഞുകൊണ്ട് ആ വഴിയോടെ, ദൈവമേ ഈ ജനത്തെ സന്ദർശിക്കണമേ എന്ന് പറഞ്ഞ് കരഞ്ഞുപോയ കണ്ണുനീർ അവിടെ കിടപ്പുണ്ടായിരുന്നു. സുവിശേഷ പ്രതികൾ വാരി വിതരണം ചെയ്തുകൊണ്ടും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടും ഭക്തന്മാരാ വഴിയെ വചനം വിതച്ചിട്ടുണ്ടായിരുന്നു. അവര് വിതച്ച വചനമാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞിട്ട് കണ്ട ആ കാണുന്ന ഭക്തനുണ്ടല്ലോ, നിനക്ക് അയാളെ അറിയത്തില്ല. നിന്റെ അപ്പൂപ്പന്റെ കാലത്ത് അയാളുണ്ടായിരുന്നു അവിടെ. അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗത്തിന്റെ ഫലം ആ കുഞ്ഞെ നീ ഇന്നിവിടെ വന്നത്. അവിടെ ചെല്ലുമ്പോഴേ കാണത്തുള്ളൂ. ഈ പഴയൊരു പാട്ടുണ്ട്, ഇന്ന് പാരിൽ കണ്ണുനീരിൽ നിൻ വചനം വിതയ്ക്കും ഞാൻ, അന്ന് നേരിൽ നിന്നരികിൽ വന്ന് കതിരുകൾ കാണും. ഈ സുവിശേഷം പ്രസംഗിക്കുന്ന ഞങ്ങളുടെ എല്ലാം കോൺഫിഡൻസ് എന്താണെന്നറിയാം? എല്ലാം കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ വർഷങ്ങളായി പ്രസംഗിക്കാൻ തുടങ്ങി. വർഷങ്ങളായി. ഒരുപാടും ഇത്ര വർഷം മുമ്പ് സാറിന്റെ ഒരു പ്രസംഗം കേട്ടാൽ ഞാൻ രക്ഷയുടെ അനുഭവത്തിൽ വന്നത്. ഇത്ര വർഷം മുമ്പ് സാറിന്റെ ഒരു പ്രസംഗം കേട്ടാൽ ഞാൻ സ്നാനപ്പെട്ടത്. എന്നെ കണ്ടില്ല അവര്, നെറ്റിൽ എന്റെ പ്രസംഗം കേട്ടതേ ഉള്ളൂ. അല്ലേ? നമ്മളിങ്ങനെ വാരി വിതറുക, ഒരു ദിവസം നമ്മൾ പ്രതിഫലം കാണും. ഇതാണ് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഈ ഭാഗത്തിന്റെ വ്യാഖ്യാനം, വിശദീകരണം പറയാൻ കഴിയുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു വെരി മച്ച് സർ. സർ, നമ്മുടെ പ്രേക്ഷകരിൽ പലരും കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ അടുത്ത സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി എന്നാണ് തുടങ്ങുന്നതെന്ന്. ഗുഡ് ക്വസ്റ്റ്യൻ. നമ്മുടെ അടുത്ത സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി ഈ മാസം 25-ാം തീയതി തുടങ്ങുക. എന്റെ അറിവ് ശരിയാണെങ്കിൽ അതിന്റെ അഡ്മിഷൻ ഏതാണ്ട് ക്ലോസ് ആയി. ഇനിയിപ്പോ ചോദിക്കുന്നവർ 1-2 പേർ കൂടെ നമുക്ക് സീറ്റ് കൊടുത്തേക്കാം ഈ ബാച്ചിലേക്ക്. അതും അഡ്മിൻ ടീമിന്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്, നോട്ട് എൻറ്റയർലി ഇൻ മൈ ഹാൻഡ്. ഇന്നിപ്പം ഒരാൾക്ക് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രാവശ്യം അഡ്മിഷൻ കിട്ടിയേക്കും എന്നേ ഉള്ളൂ. താങ്ക് യു. അടുത്ത ചോദ്യം, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായം 29-ാം വാക്യത്തില്, അല്ല മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നവർ എന്ത് ചെയ്യും? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നത് എന്തിന് എന്നൊരു വചനമുണ്ട്. ഈ മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം, ബാപ്റ്റിസം ഫോർ ദ ഡെഡ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ബൈബിൾ വായിക്കുന്ന 2 പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് മെന്റൽ പ്രോബ്ലം, ഒന്ന് മോറൽ പ്രോബ്ലം. ഇത് ഈ മെന്റൽ പ്രോബ്ലത്തിന്റെ കുഴപ്പമാണ് കേട്ടോ, എന്നൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിൽ ചെല്ലുമ്പോൾ താൻ ഫേസ് ചെയ്ത പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളതാണ്. അപ്പൊ കൊരിന്തിലെ ആളുകൾക്ക് മരിച്ചു കഴിയുമ്പം മരണാനന്തര ഒരു ലൈഫ് ഉണ്ടെന്നറിയാം, ഒരാത്മാവ് ഉണ്ടെന്നറിയാം. എന്താണെന്ന് വലിയ പിടിയൊന്നുമില്ല. അപ്പൊ ഉയരുന്നതറിയാമോ? അവൻ അഥവാ എന്തെങ്കിലും ഈ നല്ല ജീവൻ കിട്ടാൻ സാധ്യതയില്ലെന്നുണ്ടെങ്കിൽ അവന് വേണ്ടി കുറച്ച് പുണ്യകർമ്മങ്ങൾ ചെയ്യും. നമുക്ക് ഈ വാവുബലി എന്നൊക്കെ പറയത്തില്ലയോ, അപ്പന്റെ ഓർമ്മയ്ക്ക് പാവനാശത്തിൽ കൊണ്ടുപോയി ഇവര് കാക്കയ്ക്ക് ബലിയൊക്കെ ഇട്ടിട്ട് ഇവര് വെള്ളത്തിൽ കുളിച്ചിട്ട് പൊങ്ങുമല്ലോ, അത് മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനമാണ്. എല്ലാ ഹീതൻ സൊസൈറ്റിയിലും ഇതുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ അങ്ങനെ ചെയ്തൊരു ഹീതൻസ് ആണ്. അതിനെപ്പറ്റി അവർക്ക് യാതൊരു ബോധവുമില്ല. ഇവൻ പോയി ആറ്റിച്ചാടിയാല് ഈ മരിച്ചയാളുടെ ആത്മാവ് സ്വർഗത്തിൽ പോകുന്നതിനെ പറ്റി
യാതൊരു ബോധമില്ലാത്തത് അങ്ങനെ ചെയ്യുന്നത്. അതെ അതെ. അപ്പം കൊരിന്തിലും ഇതുണ്ട്. എല്ലാ ഹീദൻ സൊസൈറ്റിയിലും മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനമുണ്ട്. മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം ഇല്ലാത്തത് ഈ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ മാത്രമാണ്. അപ്പൊ നമ്മൾ പറയാണ് ഉയർത്തെഴുന്നേൽക്കും, സ്വർഗത്തിൽ പോകും. അപ്പൊ ഈ ഹീദൻസ് ഒന്ന് ചോദിക്കുക, പൗലോസിന്റെ സഭക്കാരോട് ഹീദൻസ് ഒന്ന് ചോദിച്ചു, മരിച്ചവരെങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്നേ? മരിച്ചവരെങ്ങനെയാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്? പൗലോസ് ചോദിച്ചു. ശരി, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അത് മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നത്? മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നത് സംഭവിച്ചു, നിങ്ങൾ മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നത്? ഇത് ആരോട് ചോദിച്ച ഏത് ചോദ്യത്തിന്റെ മറുപടിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ വേദശാസ്ത്ര അജ്ഞന്മാരെന്നറിയാമോ? മരിച്ചവർക്ക് സ്നാനം ഏൽക്കുവാൻ ബൈബിൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ദൈവം ഇല്ലെന്ന് ബൈബിളിൽ 2 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? ആര് പറഞ്ഞാ? തന്റെ ഹൃദയത്തിൽ പറഞ്ഞല്ലേ? ഇത് മരിച്ചവർക്ക് എന്ത് സംഭവിക്കുന്നതിനെ പറ്റി യാതൊരു ബോധവും പൊക്കടമില്ലാത്ത ആൾക്കാര്. അവരാണ്ടിലാണ്ടിൽ പിന്നെ ദിവസത്ത് പോയി ആറ്റിമുങ്ങും. ആ പുള്ളി ക്രിസ്ത്യാനിയോട് ചോദിക്കുക, എങ്ങനെ മരിച്ചവരെങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്നു? ശരി, മരിച്ചവരെങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്നു? മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, പിന്നെ നിങ്ങൾ എന്തിനാ മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നത്? ഇവരോടുള്ള ചോദ്യമാണ്, സഭയ്ക്കുള്ള ഉപദേശമല്ല, സ്നാനത്തിന്റെ ഉപദേശമല്ല. താങ്ക് യു വെരി മച്ച് സർ. അടുത്ത ചോദ്യം, കമന്റ് ബോക്സിൽ ഒരു ചോദ്യം കണ്ടു. വാട്ട് അബൌട്ട് 11 ത്രോൺസ് ഓഫ് ഗോഡ് മെൻഷൻഡ് ഇൻ ദ ബൈബിൾ? വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 11 ദൈവസിംഹാസനങ്ങൾ എന്താണ്? അത് ഒന്നാമത്തെ കാര്യം, ചോദ്യകർത്താവിന്റെ എന്തോ ഒരു ടെക്നിക്കൽ എറർ ഉണ്ടായതായിരിക്കും. അദ്ദേഹത്തിന് അറിയാൻ വേണ്ടി ചോദിച്ചാൽ ഞാൻ ചിന്തിക്കുന്നില്ല. നമ്മൾ എഴുതുമ്പോഴേ ടെക്നിക്കൽ എറർ ഉണ്ടാകും. ഞാൻ തന്നെ പറയുമ്പോൾ എനിക്ക് സ്ലിപ്പ് ഒക്കെ ഉണ്ടാകുമല്ലോ. സ്വർഗത്തില് 12 വെച്ചുള്ള 24 സിംഹാസനങ്ങളാണ്. ദൈവത്തിന്റെ സിംഹാസന ചുറ്റും 24 സിംഹാസനങ്ങൾ. 24 സിംഹാസനങ്ങളിലും 24 മൂപ്പന്മാരിരിക്കുന്നവരെന്ന്. മൂപ്പന് എൽഡേഴ്സ് എന്നാണ്. എൽഡേഴ്സിന് റെപ്രസെന്റേറ്റീവ്സ് ആണ്. പഴയ നിയമസഭയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള 12 പേരും, 12 ഗോത്രങ്ങളുടെ 12 അപ്പോസ്തലന്മാർ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള 12 പേരും പുതിയ നിയമസഭയുടെ. അങ്ങനെ 24 പേരാണ്. ഇത് നമ്മള് പുതിയ യെരൂശലേം എന്ന സ്ട്രക്ചറിൽ വരുമ്പോൾ കാണാൻ കഴിയുന്നത്. പുതിയ യെരൂശലേമിന് 12 അടിസ്ഥാന കല്ലുകൾ, 12 ഗോപുരങ്ങൾ. ഒന്ന് അപ്പോസ്തലന്മാരുടെ പേരും മറ്റേത് ഗോത്രപിതാക്കന്മാരുടെ പേരും. 24. അതാണത് 11. താങ്ക് യു വെരി മച്ച് സർ. അടുത്ത ചോദ്യം, അപ്പോസ്തലനായ പൗലോസ് ന്യായോദയ സഭയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പ്രസ്താവിക്കുന്ന ഒരു വചനമാണ്. അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായം 6-ാം വാക്യത്തെ ആസ്പദമാക്കിയുള്ളതാണ്. എന്നാൽ ന്യായാധിപ സംഘത്തിൽ ഒരുപക്ഷം സദൂക്യരും ഒരുപക്ഷം പരീശന്മാരും ആകുന്നു എന്ന് പൗലോസ് അറിഞ്ഞ്, ഞാൻ ഒരു പരീശനും പരീശന്മാരുടെ മകനും ആകുന്നു എന്ന് പറയുന്നു. ഇവിടെ പരീശന്മാരുടെ എന്ന് ബഹുവചനത്തിൽ പറഞ്ഞത് എന്തുകൊണ്ടാണ്? പുള്ളി വിചാരിക്കുന്നത് അറിയാമോ? പൗലോസിന്റെ അമ്മയ്ക്ക് 3-4 ഭർത്താക്കന്മാരുണ്ട്, അവരെല്ലാം പരീശന്മാരായിരുന്ന. അങ്ങനല്ല അതിന്റെ അർത്ഥം. എ ഫാമിലി ഓഫ് ഫാരിസീസ് എന്നാണ്. പരീശന്മാരുടെ മകൻ എന്ന് പറയുമ്പം വല്യപ്പൻ പരീശനായിരിക്കും, അപ്പൻ പരീശനായിരുന്നു, ഉപ്പാപ്പന്മാരും അപ്പന്റെ ചേട്ടന്മാരും എല്ലാം പരീശന്മാർ. അതാണ് പരീശന്മാരുടെ മകൻ എന്ന് പറയുന്നത്. സിമ്പിൾ ലോജിക്കാണ്. ഒരു ക്വസ്റ്റ്യൻ ആൻസറിൽ പറഞ്ഞൊരു സംഗതിയല്ല. പക്ഷെ ഒരാൾ ചോദിച്ചപ്പോൾ നമ്മൾക്ക് ആ ചോദ്യകർത്താവിനോട് നമ്മുടെ ബഹുമാനം കൊണ്ട് നമ്മൾ ഇതിന്റെ മറുപടി പറയാം. അടുത്ത ചോദ്യം ഉൽപ്പത്തി പുസ്തകത്തെ എന്നുള്ള ഒരു ചോദ്യമാണ്. ദൈവം മനുഷ്യനോട് കൽപ്പിക്കുമ്പോൾ നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറയുന്നു. ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് പറഞ്ഞില്ല? അതും കുഴപ്പം പിടിച്ചതല്ലേ? ഇതാണ് ചോദ്യം. അത് ഒരു കുഴപ്പമുള്ളതല്ല.
അത് ഒരു കുഴപ്പമുള്ളതല്ല. ഇത് രണ്ടും തിന്നുണ്ടെങ്കിൽ അവിടെ നടേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും തിന്നുണ്ടെങ്കിൽ അവിടെ നടേണ്ട ആവശ്യമില്ല. മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടിയല്ല അവിടെ നട്ടത്. ഇവൻ നട്ടു നോക്കി തിന്നല്ലെന്ന് പറഞ്ഞിട്ട് തിന്നുമോ നമുക്ക് നോക്കാം. പരീക്ഷിക്കാൻ വേണ്ടിയല്ല. പക്ഷെങ്കിൽ അതിനൊരു ടൈമുണ്ട്. ഹ്യൂമൻ ഗ്രോത്തിന്റെ ഒരു ടൈമുണ്ട്. ആ ഗ്രോത്തിന്റെ ടൈമിൽ അത് കഴിക്കണം. ഗ്രോത്തിന്റെ ടൈമിന് മുമ്പോ അത് പാടില്ല. ഫോർ എക്സാമ്പിൾ, ഈ പുതിയ ആകാശവും പുതിയ ഭൂമി വരുമ്പോ ജീവജലത്തിന്റെ നദി ഒഴുകുന്നു. നദിക്ക് ഇരുകരയും ജീവവൃക്ഷം നട്ടിരിക്കുക. ഇതേ ജീവവൃക്ഷം. അത് ഓരോ മാസവും വ്യത്യസ്തമായ ഫലങ്ങൾ ഫലം കഴിക്കുക. നമുക്ക് ഒരു മരത്തേല് ഈ മാസം മാങ്ങയാണ്, അടുത്ത മാസം ചക്കയാണെന്ന്, അതിന്റെ അടുത്ത മാസം വാഴക്കയാണെന്ന് അത് ചോദിക്കും. അതുപോലെ ഫ്രൂട്ട്ഫുൾ ആണത്. മനുഷ്യൻ കഴിക്കാനാണ്, കഴിക്കാതിരിക്കാനല്ല. ബട്ട് അറ്റ് ദ റൈറ്റ് ടൈം. ഇതുപോലെ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം അത് മനുഷ്യൻ തിന്ന് ജ്ഞാനിയാകണം. പക്ഷെ there is a time for that. If you do it prematurely, that's an unpardonable sin. You destroyed yourself completely. You destroyed yourself completely. നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞ ഒരു ഡെറോഗേറ്ററി സെൻസിലുള്ള എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ പറയുമ്പോഴേ ആ സെൻസ് ഇച്ചിരി ഡെറോഗേറ്ററി ആയിപ്പോവും. എക്സാമ്പിൾ, ഒരു വീട്ടിൽ 2 പെൺകുട്ടികളുണ്ടെന്നിരിക്കട്ടെ. മൂത്ത മോളെ കല്യാണം കഴിപ്പിച്ച് അയച്ചു. ഒരു 3-4 വർഷമായിട്ട് അവൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പൊ അതിനെപ്പറ്റി ഭാരവും പ്രയാസവും സങ്കടവും പ്രാർത്ഥനയും ചികിത്സയൊക്കെ ആയിട്ട് പോവുക. രണ്ടാമത്തെ മോള് കോളേജിൽ പഠിക്കുക. അവള് കൊള്ളരാത്ത ഒരുത്തൻ്റെ കൂടെ പോയി, ഗർഭിണിയായി, കുഞ്ഞുമായല്ലോ അല്ലേ? ഗർഭിണിയായി കുഞ്ഞുമായി. കൊള്ളാവുന്ന കുടുംബത്തിൽ അതൊരു മാന്യതയല്ല, ഒരു അപമാനവും അവളെ സംബന്ധിച്ചുള്ള പോയി. അവളെ പറ്റിയുള്ള പെർപ്പസ് മുഴുവൻ, കുടുംബത്തിന്റെ പെർപ്പസ് മുഴുവൻ പോയി അല്ലേ? അവൾ പറയും, ചേച്ചിയെ കല്യാണം കഴിച്ച് ചേച്ചിക്ക് ഇത്ര ആളുടെ കുഞ്ഞില്ലല്ലോ, എനിക്കൊരു കുഞ്ഞായല്ലോ. നോ, കുഞ്ഞാകുന്നതിനൊരു പ്രോപ്പർ വേ ഉണ്ട്, അപ്പോയിന്റഡ് ടൈം ഉണ്ട്. അതിനു മുമ്പ് നീ ആ വഴിക്ക് തിരിഞ്ഞാൽ ഇറ്റ്സ് എ സിൻ. പ്രോപ്പറായി കല്യാണം കഴിച്ചിട്ട് നീ ആ വഴിക്ക് തിരിഞ്ഞാൽ ഇറ്റ്സ് എ ബ്ലെസ്സിങ്. ഒരു ബ്ലെസ്സിങ് ആൻഡ് ഒരു ഓണറാണ് അല്ലേ? ഒരു പ്രോപ്പറായിട്ട് കല്യാണം കഴിഞ്ഞ് അവർ കുടുംബമായിട്ട് ജീവിക്കുന്നത്, അവർ ഗർഭിണിയാകുന്നത്, കുടുംബത്തിൽ പബ്ലിക്കിൽ അവർക്ക് മാന്യതയാണ്, കുടുംബത്തിന് മാന്യതയാണ്. അതിനു മുമ്പ് തെറ്റായ വഴി പോകുമ്പോഴോ അതൊരു ഡിസ്ഗ്രേസ് ആണ്, അപമാനമാണ്. ആദം ആൻഡ് ഈവ് അവര് ഇത് കഴിക്കേണ്ട ഒരു ടൈമുണ്ട്. ഏത് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ ടൈമുണ്ട്. ആ ടൈമിൽ അവർ കഴിക്കാൻ വേണ്ടിയാണ് അവർ നട്ടത്. വെറുതെ ദൈവം തമാശ കളിക്കുകയല്ല. ഗോഡ് ഈസ് നോട്ട് പ്ലേയിങ് ഓൺ ഈ ജിഗ്സോ പസിൽ എന്ന് പറഞ്ഞ പരിപാടിയല്ല ദൈവത്തിൻ്റെത്. പക്ഷെങ്കിൽ they did it at the time they should not have done it. അവർ ചെയ്യാൻ പാടില്ലാത്ത സമയത്ത് ചെയ്തു. That is my answer. Yes. Thank you very much, sir. That was a brilliant answer. ഗലാത്യ ലേഖനം 2:16 മലയാള ഭാഷയിൽ ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ ഇംഗ്ലീഷ് KJV വെർഷനിൽ knowing that a man is not justified by the works of the law but by the faith of Jesus Christ. ഇവിടെ എംഫസൈസ് ചെയ്തേക്കുന്നത് ഫെയ്ത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നാണ് ചോദ്യകർത്താവ് പറഞ്ഞത്. ഇതേ വാക്യം തന്നെ ന്യൂ KJVയില്
knowing that a man is not justified by the works of the law, but by faith in Jesus Christ. ഒരു വെർഷനില് ഫെയ്ത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇനി ഒരു വെർഷനില് ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഇതില് ഏതാണ് ശരി, അല്ലെങ്കിൽ ഇതിന്റെ വിശദീകരണം എന്താണ്? അതോ രണ്ടും ഒന്ന് തന്നെയാണോ? വിശദീകരണം ആവശ്യം ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിനോട് ആദ്യം ഹൃദയംഗമായ ഒരു നന്ദി പറയണം. കാരണം അദ്ദേഹം കാരണമല്ല ഇപ്പൊ ഈ ചോദ്യം വന്നതും എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. So that's an intelligent person who asked the question. Whoever it may be, very intelligent. വളരെ കീൻ ആയിട്ട് വായിച്ചിട്ടുണ്ട്. Absolutely clear. നമ്മള് ഇപ്പം മാമിനെ അറിയാമല്ലോ, എന്റെ മെയിൻ സബ്ജക്ട് ലാംഗ്വേജ് ആണ്. അതിലും സ്പെഷ്യലൈസ് ചെയ്ത ലിംഗ്വിസ്റ്റിക്സ് ആണ്. സോ ഈ ഇംഗ്ലീഷ് ഭാഷയുടെ പരിമിതികൾ വേദപുസ്തകത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് നെഗറ്റീവായിട്ട്. ഇപ്പം ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കാൻ പറയുന്ന ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. എന്റെ അനിയൻ കുഞ്ഞനായിരിക്കും, ഇവനെ തോളത്ത് വെച്ചോണ്ട് എപ്പോഴും നടക്കുന്നത്. മഴ പെയ്യുമ്പോൾ നമ്മുടെ വില്ലേജ് അല്ലേ, കൃഷിസ്ഥലങ്ങളിലെല്ലാം വെള്ളം കെട്ടിരിക്കും, കൊച്ചു കൊച്ചു കുഴിയുള്ളിടത്ത്. അപ്പം ഈ വെള്ളത്തിൽ കളിക്കാൻ ഞങ്ങൾ പോകുന്നത്, ചെറിയ ഫ്രോഗിന്റെ കുഞ്ഞുങ്ങൾ അതിനകത്ത് കാണും. ഇതിനെ ഓടിക്കാൻ നമുക്ക് വലിയ ഇഷ്ടമാണ്. ഇവൻ പറയുന്നത് എല്ലെല്ലാം പാക്കി എല്ലെല്ലാം പാക്കി, വെള്ളത്തിൽ കിടക്കുന്ന മാക്രി. അതിന് ഈ കുഞ്ഞന്റെ ഭാഷ എന്തുവാ? എല്ലെല്ലാം പാക്കി. എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്റെ അനിയന് ഒരു 50 വയസ്സാകാറായി, നിയർലി 50 years ആയി കാണും. ഇപ്പൊ അവന്റെ എല്ലെല്ലാം പാക്കി എന്നാന്ന് പറയുന്നത്? ഒരിക്കലും അല്ല. നമ്മളൊക്കെ ബേബി ആയിരുന്നപ്പോൾ സംസാരിച്ചൊരു ഭാഷയുണ്ട്, അത് പ്രായമാകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയുടെ ബേബി സ്റ്റേജ് ആണ്. കാരണം നിയർലി 400 years ബ്രിട്ടൻ ഭരിച്ചത് ഫ്രാൻസ് ആണ്. ഇംഗ്ലീഷ് ഭാഷ ബാൻ ചെയ്തു. ഇവിടെ ആർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ അനുവാദമില്ല ഈ രാജ്യത്ത്. അതോ ഒരാൾക്ക് ഇംഗ്ലീഷ് പറയണം തോന്നുകയാണെങ്കിൽ അവന്റെ കാളയെ കഴുതിയ അഴിച്ചുകൊണ്ട് അവൻ പാടത്ത് പോകണം പൂട്ടാനായിട്ട്. എന്നിട്ട് കഴുതിയോടങ്ങ് സംസാരിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ്. കഴുതിയോടോ കാളയോടോ മാത്രമേ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ഉപയോഗിക്കാവൂ. അപ്പൊ പെസൻസ് ഡയലക്ട് എന്താ ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞാണ് 100 years വാറോടുകൂടി ഇവരെ ഇവിടുന്ന് അടിച്ചോടിച്ചിട്ട് അപ്പൊ ഇംഗ്ലീഷുകാർ ഇപ്പം നോർമൽ ഫ്രഞ്ച് അല്ലാതെ വേറൊരു ഭാഷ ഇംഗ്ലീഷിലില്ല. ഇവർ തീരുമാനിച്ചു നമുക്ക് നമ്മുടെ ഭാഷ വേണം. അപ്പൊ നോക്കിയപ്പം ഭാഷ ഉണ്ടാക്കണം. പണ്ടൊരു ഭാഷ ഉണ്ടെന്ന് അതിന്റെ സ്പെല്ലിംഗ് ഒന്നും ആർക്കും അറിയത്തില്ല. നോർത്ത് ഇന്ത്യാലിയൻസിൽ നിന്ന് പോയി നമ്മളിപ്പം പറഞ്ഞ ABCD എന്ന് പറയുന്ന ഇംഗ്ലീഷ് സ്പെല്ലിംഗ് അല്ല, നോർത്ത് ഇറ്റാലിയൻസിന്റെ സ്പെല്ലിംഗ് അവരോട് ബോറോ ചെയ്തു. ഇനി ഗ്രാമർ ഇല്ല. നമ്മുടെ ഈ പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് നമ്മൾ പറയുന്ന ആ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ ഗ്രീക്കുകാരോട് മേടിച്ചതാ. വെക്കാബുലറി ഇല്ല. വെക്കാബുലറി എപ്പോഴും ഫ്രഞ്ച് വെക്കാബുലറി ആണ്, ഫ്രാൻസിന്റെ വെക്കാബുലറി, ഫ്രഞ്ചിൻ വെക്കാബുലറി, പിന്നെ ഗ്രീക്ക് ഇൻ ഗ്രാമർ, ദെൻ നോർത്ത് ഇറ്റാലിയൻ ഇൻ സ്പെല്ലിംഗ്. ഇതാണ് ഇംഗ്ലീഷ് ഭാഷ. അപ്പം ഈ വേറൊരു പ്രോബ്ലം, ഇപ്പൊ ഈ അക്ഷരമേ വന്നുള്ളൂ, സ്പെല്ലിങ്ങും ഗ്രാമറും ഫിക്സ് ആയിട്ടില്ല. ഇംഗ്ലീഷ് ഗ്രാമർ ഫിക്സ് ആകുന്ന 18ാം നൂറ്റാണ്ടിലാണ്, 18th century ഗ്രാമർ ഉണ്ടാകുന്നത് ഇംഗ്ലീഷ് ഭാഷയ്ക്ക്. 1755 ആദ്യത്തെ ഇംഗ്ലീഷ് ഡിക്ഷണറി ഇറങ്ങുന്നത്. അതിന്റെ 40,000 വേർഡ്സേ ഉള്ളൂ ഇംഗ്ലീഷ് ഡിക്ഷണറി, അത്രേ ഉള്ളൂ. ഇത് ചെറിയ ഭാഷയും ചെറിയ പിന്നെ വെക്കാബുലറി. അപ്പം ഗ്രാമർ ഫിക്സ് ആയിട്ടില്ല. പ്രിപ്പോസിഷന്റെ യൂസേജ് നിലവിൽ വന്നില്ല. ഓഫ് ഇൻ, ഫെയ്ത്ത് ഓഫ് ജീസസ്, ഫെയ്ത്ത് ഇൻ ജീസസ്, ഇതിനുള്ള വ്യത്യാസം ഒന്നും എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എസ്റ്റാബ്ലിഷ്ഡ് ആകാത്ത ഒരു കാലത്ത്
ആ ബേബി ഞാൻ പറഞ്ഞു എല്ലാം ബാക്കി എന്ന് പറഞ്ഞല്ലോ, അതെ അതെ. ബേബി ലാംഗ്വേജ് ആണ് കിങ് ജെയിംസിന്റെ ഇംഗ്ലീഷ്. അതാണ് കിങ് ജെയിംസ് ഇംഗ്ലീഷ്. അപ്പൊ കിങ് ജെയിംസ് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ അതല്ല ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ബേസിക്, ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അത് ഒരുപാട് പിന്നെ മാറി, ആ ലാംഗ്വേജ് മാറിയിട്ട് ഇനിയിപ്പോ എന്നോട് ഒരാൾ ഏറ്റവും നല്ല ഇംഗ്ലീഷ് ബൈബിൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷൻ NASB, അതാണ് ഏറ്റവും നല്ല ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. അപ്പൊ ഈ കിങ് ജെയിംസ് വായിക്കുമ്പോൾ ഗ്രമാറ്റിക്കലായി ഒരുപാട് പ്രോബ്ലം ഉണ്ടാകും. ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്ക് അല്ല, അങ്ങനെ ആ പ്രയോഗം അന്നായിരുന്നു, ഇന്നില്ല. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു പ്രപ്പോസിഷൻ കൊണ്ട് വേർഡ് മീനിങ് മാറുന്ന അത്രയും ഇംഗ്ലീഷ് ഗ്രാമർ ലാംഗ്വേജ് സഫിസ്റ്റിക്കേറ്റഡ് ആയത് 18th സെഞ്ചുറിക്ക് ശേഷമാണ്. 19th സെഞ്ചുറിയിൽ നമുക്കറിയാം അബ്സല്യൂട്ട്ലി പക്കയായി മാറുന്നത്. അപ്പം ഫെയ്ത്ത് ഓഫ് ജീസസ് എന്ന് പറയുന്നത്, ഫെയ്ത്ത് ഓഫ് ജീസസ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന വിശ്വാസമാണ്. യേശു ക്രിസ്തുവിന് നമ്മളിലോ പിതാവിലോ തന്നിൽ തന്നെയോ വേറൊന്നിലോ ഉള്ള വിശ്വാസം, അത് ഫെയ്ത്ത് ഓഫ് ജീസസ് എന്ന് പറയുന്നത്. ഫെയ്ത്ത് ഇൻ ജീസസ് എന്ന് പറഞ്ഞാൽ എനിക്ക് യേശുവിലുള്ള വിശ്വാസം, എനിക്ക് യേശുവിലുള്ള വിശ്വാസം. എന്നെ രക്ഷയ്ക്ക് കാരണമാക്കുന്നത് ഫെയ്ത്ത് ഓഫ് ജീസസ് അല്ല, ജീസസ് ആണ്. അപ്പൊ ഇന്നെന്ന് ഓഫ് എന്ന് രണ്ട് പ്രിപ്പസിഷൻസും ആ പ്രിപ്പസിഷന്റെ മീനിങ്ങിലുള്ള ഡിഫറൻസും എത്രയോ വർഷം കഴിഞ്ഞ് എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നത്. ന്യൂ കിങ് ജെയിംസ് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഓഫ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്, അവർ തിരുത്തി ഇന്നാക്കി. പക്ഷെ ആ ഗ്രാമാറ്റിക്കൽ സെൻസ് ഇംഗ്ലീഷ് ലാംഗ്വേജിന് 1611 ഉണ്ടായിട്ടില്ല. 1611 അത് കിങ് ജെയിംസിന്റെ ട്രാൻസ്ലേഷൻ. അന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ സ്കോളേഴ്സ് ഇരിക്കുന്നത്, പക്ഷെ ഭാഷ അത്ര ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ആ ലിമിറ്റിൽ സംസാരിക്കാനൊക്കെ തന്നായിരുന്നു. നോ പ്രോബ്ലം. അടുത്ത ചോദ്യം പലരും ചോദിച്ച ഒരു ചോദ്യമാണ്. ആദ്യകാല വിശ്വാസികൾ പോലെയല്ല പുതിയ കാലത്തെ വിശ്വാസികളെ, ന്യൂ ജനറേഷൻ. സഹോദരന്മാർ തലയിൽ മൂടുപട ഇടുന്നതിലും ഇപ്പോൾ അധികം ചർച്ചകളിലൊന്നും അത് വലിയൊരു ഉപദേശമായിട്ട് കൊടുക്കുന്നില്ല. സ്ത്രീ മുടി, അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 11-15 സ്ത്രീ മുടി നീട്ടിയാലോ അത് മൂടുപടത്തിന് പകരം നൽകിയിരിക്കൊണ്ട് അവൾക്ക് മാനമാകുന്നു എന്ന് പ്രകൃതി തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നു എന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ മുടി നീട്ടിയാൽ മൂടുപടത്തിന് പകരമാകുമോ? ഇങ്ങനെ മൂടുപടത്തെ പറ്റി 2-3 പേര് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ നമുക്ക് ഞാന് ആ സ്ത്രീ മൂടുപട വിടുക എന്ന വിഷയമുണ്ടല്ലോ, ആ വിഷയം നമ്മൾ എടുക്കുമ്പോഴാണ് അതിന് മറുപടി ഉള്ളത്. ആ സബ്ജക്റ്റ് അതിന് മറുപടി ഉള്ളൂ. ആ സബ്ജക്റ്റ് പഠിച്ച ഒരാൾ ഈ ചോദ്യം ഒരിക്കലും ചോദിക്കത്തില്ല. അതായത് മാത്തമാറ്റിക്സിന്റെ ബേസിക്സ് അറിയാവുന്ന ഒരാള് A+B² A² + 2AB + B² ആകുന്ന എങ്ങനെയാണെന്ന് ചോദിക്കത്തില്ല, അല്ലേ? ബേസിക് അറിയാൻ വയ്യാത്ത ആളോ അതെങ്ങനെ A+B² എന്ന് പറയുമ്പം A² + 2AB + B² ആകുന്ന ചോദിച്ചുകൊണ്ടേയിരിക്കും. കാരണം ബേസിക്സ് പഠിച്ചിട്ടില്ല. പക്ഷെ നമുക്കിപ്പോ ഇത് ചോദ്യം നമ്മുടെ മുമ്പ് വരുമ്പം ആ കോൺടെക്സ്റ്റ് മുഴുവൻ ഇവിടുന്ന് പഠിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? പറ്റത്തില്ല. എന്റെ സിസ്റ്റമാറ്റിക് ബൈബിൾ കോളേജ് സ്റ്റുഡൻസോ അതെല്ലാം ഇത് പഠിക്കുകയും ചെയ്യുന്നുണ്ട്, അവർക്ക് അറിയാം, അവർക്ക് ഈ ചോദ്യം ഉണ്ടാകുന്നില്ല. നമുക്ക് ഒരു മറുപടി പറയാം. ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അതിൽ 2 ഭാഗമുണ്ടെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു. ഒന്ന് ക്രിസ്ത്യൻ ബിലീഫും മറ്റേ ക്രിസ്ത്യൻ ബിഹേവിയറുമാണ്. 50% is Christian belief, 50% is Christian behavior. ക്രിസ്ത്യൻ ബിഹേവിയറിൽ സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുഞ്ഞുങ്ങളായാലും പ്രായമുള്ളവരായാലും അടിമയായാലും യജമാനായാലും അവര് ചേർച്ചിൽ വരുമ്പോഴും പുറത്തു പോകുമ്പോഴും
അനുഷ്ഠിക്കേണ്ട ചില നല്ല മര്യാദകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. യഹൂദന്മാരെ സംബന്ധിച്ചോളം ഈ നല്ല മര്യാദ അവർക്ക് ഓൾറെഡി അറിയാം, പിന്നെ പറയേണ്ട കാര്യമില്ല. യെരുശലേമിലെ സഭയോട് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല, അവർക്കതറിയാം. അപ്പോസ്തലന്മാർ പോയി സ്ഥാപിച്ച എല്ലാ സഭകളിലും അവർ ഈ പ്രാക്ടീസ് പറഞ്ഞിരുന്നു. കൊരിന്ത് സഭയിലും പൗലോസ് അത് പറഞ്ഞിരുന്നു. പൗലോസ് ഇങ്ങി പോന്നു. കുറച്ചു കഴിഞ്ഞപ്പം കൊരിന്ത് സഭയിൽ മുഴുവനും ദുരുപദേശകന്മാർ കയറി. ദുരുപദേശകന്മാർ കയറിയിട്ട് പൗലോസ് പഠിപ്പിച്ചതിന് വിരുദ്ധമായ ഉപദേശം ഇറക്കി. അതിലൊന്നാണ് ഫെമിനിസം എന്ന് പറയുന്നത്. എന്തിനതിന്റെ ആവശ്യം എന്താ? എന്റെ ആവശ്യം എന്താ? ഇനി കൊരിന്ത് എന്ന പട്ടണത്തിന്റെ അവിടുത്തെ ഒരു സോഷ്യൽ കൾച്ചറൽ സ്ട്രക്ചർ നമ്മൾ പഠിച്ചാൽ നമുക്ക് ഈ ക്ലാസ്സിൽ നിന്ന് പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളല്ലത്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പം ആ സഹോദരിമാരോട് ചോദിക്കുക, ഇതിന്റെ ആവശ്യം എന്താ? ഇതിന്റെ ആവശ്യം എന്താ? ഈ ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ജേർണലിസം എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു മനുഷ്യനുണ്ട്. ഞാൻ അയാളുടെ പേര് ഇപ്പോഴും മറന്നുപോയി. ജസ്റ്റ് അദ്ദേഹം പറഞ്ഞത്, ബിഫോർ യു മൂവ് എ ബൗണ്ടറി, think 3 times why it was originally established there. ഒരു ബൗണ്ടറി നിങ്ങൾ മാറ്റുന്നതിന് മുമ്പേ അത് എന്തിനാ ആദ്യം അവിടെ കൊണ്ടുവന്നുള്ള 3 പ്രാവശ്യങ്ങൾ ആലോചിക്കണം, എന്നിട്ടേ ബൗണ്ടറി മാറ്റാവുന്നത്. മനസ്സിലായോ? അപ്പം എന്തുകൊണ്ടാണ് പൗലോസ് കൊരിന്തിലെ സ്ത്രീകളോട് അങ്ങനെ പറഞ്ഞതും മറ്റ് സഭയിലെ സ്ത്രീകളോട് അങ്ങനെ പറയാതിരുന്നതും? മറ്റു സഭയിലെ സ്ത്രീകൾക്ക് ഈ ഇഷ്യൂ ഫേസ് ചെയ്യേണ്ടി വന്നില്ല. ഏത് ഇഷ്യൂ? മൂടുപട ഇടുക എന്ന ഇഷ്യൂ ഫേസ്. കാര്യം അവർ ഓൾറെഡി പ്രാക്ടീസ് ചെയ്യുകയാണ്. ഇവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നവരെ കുത്തിത്തിരിപ്പുണ്ടാക്കി മാറ്റത്തക്ക രീതിയിൽ എന്ത് ചെയ്തു? ഒരു കൂട്ടം ഫിലോസഫേഴ്സ് എഴുന്നേറ്റ് വന്നു. അവരോട് ചേർന്ന് കുറെ കള്ളയപ്പോസ്തലന്മാർ ഇതുവരെ പ്രസംഗിക്കത്തില്ല. ഫിലോസഫേഴ്സ് വന്നു. ആ ഫിലോസഫിയുടെ പേര് തന്നെ ഡൊസൈറ്റിസം എന്നാണ്. ഡൊസൈറ്റിസം എന്ന ഫിലോസഫി നമ്മൾ പഠിച്ചു വരുമ്പോഴാണ് എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ള അറിയത്തുള്ളൂ. ഡൊസൈറ്റിസം എന്ന ഫിലോസഫി നമുക്കിവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സൊസൈറ്റിയിൽ ഇരുന്ന് ഡൊസൈറ്റിസം എന്ന ഫിലോസഫി പഠിപ്പിക്കാൻ എനിക്ക് നേരമുണ്ടോ? അതുകൊണ്ട് ആളുകൾ ക്ലാസ് വരണം ഈ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡിക്ക് ജോയിൻ ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അല്ല, ക്വസ്റ്റ്യൻ ആൻസർ സൊസൈറ്റിയിൽ നിന്നൊന്നും പഠിക്കാൻ ഒക്കത്തില്ല. അപ്പം ഓൾറെഡി നല്ല പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ ഫിലോസഫേഴ്സ് വന്ന് റോങ് പ്രാക്ടീസിലേക്ക് കൊണ്ടുപോയപ്പോ പൗലോസ് പറഞ്ഞു, സ്ത്രീ മൂടുപടമിടാതെ പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്നത് തൻ്റെ തലയ്ക്ക് അപമാനമാണ്. അപ്പൊ ഏത് സ്ത്രീയുടെ സ്ഥല പുരുഷൻ എന്ന് പറയുമ്പം അവളുടെ ഭർത്താവാണെന്ന് പെട്ടെന്ന് നമ്മൾ വ്യാഖ്യാനിച്ചു. ഭർത്താവാണ്, പക്ഷെങ്കിൽ ക്രിയേഷൻ ഓർഡർ പഠിക്കുമ്പോൾ നെസസറിലി ഭർത്താവല്ല, മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന ഡിഫറൻസിലാണ് ക്രിയേഷൻ ഓർഡറിൽ. കം ടു ദി ടോപ്പിക്സ്. ഇപ്പൊ ആളുകൾ ഇടുന്നില്ല, ഇപ്പോഴത്തെ ആൾ മുടി ഇടുന്നില്ല. എന്റെ കർത്താവേ, അതുങ്ങൾ പള്ളി വരുന്നെങ്കിലും ഉണ്ടല്ലോ, പോട്ടെ, എവിടെങ്കിലുമൊക്കെ കുറച്ച് തുണി ഉണ്ടല്ലോ, അത് കുറച്ച് സമാധാനിക്ക്. ഞാനൊരു കാര്യം പറയാം, എൻ്റെ അപ്പനെ ഏത് എക്സ്റ്റെൻഡിൽ ബഹുമാനിക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്, അല്ലേ? ദൈവവചനം അങ്ങനെ പറഞ്ഞിരിക്കെ ഒരു സ്കാർഫ് എടുത്ത് തലയിൽ ഇടുന്നതുകൊണ്ട് ഒരു 5 പൈസയുടെ ചെലവ് കൂടുന്നില്ല. ഉണ്ടോ? ഒരു 5 പൈസ ചെലവ് കൂടുന്നില്ല. ഇടാതിരിക്കുന്നുണ്ടോ? ഐ ആം റിബല്യസ് എന്നൊരു പ്രൂഫും നമ്മൾ കൊടുത്തല്ലേ? Now, how do you want to behave in God's presence? You can decide. ദൈവ സാന്നിധ്യത്തിൽ നീ എങ്ങനെ ബിഹേവ് ചെയ്യണം നിനക്ക് തീരുമാനിക്കാം.
യു ക്യാൻ. പിന്നെ വേറൊരു കാര്യം, വിതയ്ക്കുന്നത് കൊയ്യും അവസാനം. നീ ഡിസബീഡിയൻസും റിബല്യനുമാണ് നീ വിതയ്ക്കുന്നതെങ്കിൽ, സപ്പോസ് യു ആർ സോയിങ് ഡിസബീഡിയൻസ് ആൻഡ് റിബല്യൻ. അത് കൊരിന്ത്യരൊക്കെ പറഞ്ഞിരിക്കുന്നതാണ്. ഞാൻ ദീർഘവർഷങ്ങൾ ഇംഗ്ലീഷ് ചർച്ചിലെ പാസ്റ്ററായിരുന്നു. മലയാളം ചർച്ചസിൽ കുറച്ച് വർഷം പാസ്റ്ററായിട്ടിരുന്നിട്ടുള്ളൂ. ഇംഗ്ലണ്ടിൽ തന്നെ ഇവിടെ ഈ സൊസൈറ്റി ഡിഫറൻസ് ഉണ്ടല്ലോ, ഹൈ സൊസൈറ്റി എന്നും മിഡിൽ ക്ലാസ് എന്നും ലേബർ കാസ്റ്റ് ക്ലാസ് എന്നും. ഒരു മിഡിൽ ക്ലാസ് ആൻഡ് ഹൈ സൊസൈറ്റിയിലെ ഒരു വലിയ ചർച്ചിലെ പാസ്റ്ററായിരുന്നു. ഇന്റർനാഷണൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ചർച്ചിലെ പാസ്റ്ററായിരുന്നു ഞാൻ അവരോട് ചോദിക്കുന്നു, ശരി, അത് കൊരിന്ത്യർക്ക് പറഞ്ഞ നിങ്ങൾക്ക് ഏതാ പറഞ്ഞിട്ടുള്ളത്? ഇംഗ്ലീഷുകാർക്കുള്ളത് എന്ന് പറഞ്ഞ് വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും ഒരു ലേഖനമുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയത് സകല വിശുദ്ധന്മാർക്ക് വായിച്ചു നോക്കാനുള്ളതാ. You want to obey, you can obey. You want to be rebellious and disobedient, you can be rebellious and disobedient. നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാ. എന്നെ സംബന്ധിച്ചോളം അത് കൊരിന്ത്യരുടെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞതാണ്, മറ്റാർക്കും ബാധകമല്ല എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം വേദപുസ്തകത്തിന്റെ ഉപദേശം അത് ഡോക്ട്രിൻ തന്നെയാണ്, ക്രിസ്ത്യൻ ബിഹേവിയറിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്. അത് ലോകത്തുള്ള എല്ലാ ദൈവങ്ങളും അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അമേരിക്കയിൽ യൂറോപ്പിലുള്ള ആൾ അനുസരിക്കത്തില്ലെന്ന് പറയുന്നത് അതിന് നിങ്ങളെ അല്ലല്ലോ ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ പ്രോഡക്റ്റ് ഓഫ് യൂറോപ്പ് ആൻഡ് അമേരിക്ക. അത് ഓറിയന്റൽ കൾച്ചറിന്റെ പ്രോഡക്റ്റാ. ഓറിയന്റൽ കൾച്ചറിൽ സ്ത്രീകൾ മാന്യമായിട്ട് വസ്ത്രധാരണം ചെയ്യും. മോൻ പഞ്ചാബിലോട്ട് ഇടണം. പഞ്ചാബികളെ സ്ത്രീകൾ അവരുടെ ഗുരുദ്വാരയിൽ പോകുന്ന അങ്ങനെ ആണല്ലോ. ആ ബോധം അവർക്കുണ്ട്. അവർക്ക് ആ ബോധമുണ്ട്. ആ ബോധം പോലും ഇല്ലാത്തവരെ നമ്മൾ എന്താ പറയേണ്ടത്? നിങ്ങൾ തോന്നിയ പോലെ ചോദിച്ചു. പക്ഷെ അതിന് ഒരു ബൈബിൾ അധ്യാപന ഞാൻ അതിന് ന്യായീകരണം തരത്തില്ല. നിങ്ങൾ റിബല്യസ് ആണെന്നും ഡിസൊബീഡിയന്റ് ആണെന്നും മാത്രമേ പറയത്തുള്ളൂ. താങ്ക് യു വെരി മച്ച് സർ. ഒരു കംപ്ലീറ്റ് ആൻസർ തന്നെയായിരുന്നു അത്. കംപ്ലീറ്റ് ആൻസറാ. അതിനാൽ നമുക്ക് ഈ കയറി ഇറങ്ങിയൊന്നും പറയാൻ ഒക്കത്തില്ല. താങ്ക് യു. അടുത്ത ചോദ്യം, നമ്മളെ കഴിഞ്ഞ എപ്പിസോഡുകളില് മനുഷ്യൻ തന്റെ ശരീരത്തെ പരിപാലിക്കുന്ന ഒരു വിഷയം സാർ എംഫസൈസ് ചെയ്ത് പറഞ്ഞാൽ, ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് അവർ ബോഡി. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഒരു വാക്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ നശിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ചോദ്യം ഇതാണ്, മനുഷ്യൻ തന്റെ ശരീരത്തെ ഹെൽത്തിയായി സൂക്ഷിക്കുക എന്നാൽ പുറമേയുള്ള മനുഷ്യനെ സൂക്ഷിക്കുക എന്നല്ലേ അർത്ഥം. എന്നാൽ മേൽപ്പറഞ്ഞ വചനപ്രകാരം പുറമേ ഉള്ളത് തകർന്നാൽ മാത്രമല്ലേ അകമേയുള്ള മനുഷ്യൻ ശക്തിപ്പെടുകയുള്ളൂ. ഭയങ്കര കണ്ടുപിടുത്ത ഈ നമ്മുടെ ഈ ലോജിക്കുണ്ടല്ലോ, ലോജിക്കിനകത്ത് ഒതുങ്ങുന്നതല്ല ബൈബിള്. പക്ഷെ ലോജിക്കുമായിട്ട് ഒരിക്കലും കോൺട്രഡിക്ട് ചെയ്യത്തില്ല. ഹ്യൂമൻ ലോജിക്കുമായിട്ട് ബൈബിൾ ഒരിക്കലും കോൺട്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഓൾ ക്യാറ്റ്സ് ആർ ആനിമൽസ്, നമ്മൾ ഈ ഇത് പഠിപ്പിക്കുന്നുണ്ടായി, ക്രിട്ടിക്കൽ റീസണിംഗ് പഠിപ്പിക്കുന്നു. ഓൾ ക്യാറ്റ്സ് ആർ ആനിമൽസ് എന്ന് പറഞ്ഞാൽ ഓൾ ആനിമൽസ് ആർ ക്യാറ്റ്സ് എന്നാണോ? അല്ലല്ലോ. ഡോഗ്സ് ആർ ഓൾസോ ആനിമൽസ്. സം ഹ്യൂമൻ ബീങ്സ് ആർ ഓൾസോ ആനിമൽസ്. അല്ലേ? ഓൾ ക്യാറ്റ്സ് ആർ ആനിമൽസ് പറയുന്നതുകൊണ്ട് ഓൾ ആനിമൽസ് ആർ ക്യാറ്റ്സ് എന്നതിന് അർത്ഥമില്ല. ഈ ലോജിക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഇനി വരാം. ഞങ്ങളുടെ ശരീരം പുറമേയുള്ള മനുഷ്യൻ ക്ഷയിക്കുക, പ്രായമായി, ഒരുപാട് യാത്ര ചെയ്തു, ഒത്തിരി രോഗങ്ങളുണ്ട്, ക്ഷയിച്ചുകൊണ്ടിരിക്കുക. അതിനർത്ഥം അകത്തെ മനുഷ്യൻ ക്ഷയിക്കുമെന്നാണോ? ഒരിക്കലും അല്ല. അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ ബലം പ്രാപിക്കുക. അപ്പൊ അകത്തെ മനുഷ്യൻ ബലം പ്രാപിക്കുമ്പോൾ പുറത്തെ മനുഷ്യൻ ക്ഷയിച്ചെങ്കിലേ ഒക്കെ തളർന്നതിന്റെ അർത്ഥം. നമ്മൾ ആദ്യം പറഞ്ഞ കാറ്റ് കയറിയാം, വായിക്കുന്നുണ്ട്, എന്തോ ഒരു പിടിയും കിട്ടുന്നില്ല.
പിടികിട്ട് വായിക്കുന്നുണ്ട്, ഒന്നും ഒരു പിടി കിട്ടുന്നില്ല. അപ്പം പുറത്തെ മനുഷ്യൻ ക്ഷയിച്ചെങ്കിലേ അകത്തെ മനുഷ്യൻ ബലവാനാകത്തുള്ളൂ എന്ന് ചിന്തിക്കുന്നത് വേദപുസ്തകത്തിന്റെ ടീച്ചിങ് അല്ല. പുറത്തെ മനുഷ്യൻ ഇൻവേരിയബിളി ക്ഷയിക്കും. കാരണം ക്ഷയിച്ചെങ്കിലേ മരിക്കാനൊക്കത്തുള്ളൂ, ക്ഷയിച്ചൊക്കത്തുള്ളൂ. അതിന്റെ അർത്ഥം അകത്തെ മനുഷ്യനും ക്ഷയിക്കുന്നു എന്നല്ല. അകത്തെ മനുഷ്യൻ ഡിസ്പ്രപ്പോർഷനായിട്ട് ആയിട്ട് ബലവാനായിക്കൊണ്ടിരിക്കും. ഇനിയും അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി പുറത്തെ മനുഷ്യനെ ക്ഷയിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അത് വേദപുസ്തകത്തിന്റെ ഉപദേശമല്ല, മറിച്ച് ദൈവത്തിന്റെ ആത്മാവിന്റെ മന്ദിരമായ നിന്റെ ശരീരം അതിയെന്നാണ് ദൈവത്തിന് ഉപയോഗിക്കാൻ കൊള്ളാത്ത രീതിയിൽ നശിപ്പിച്ചു കളയണമെന്ന് ആഗ്രഹമുള്ള ദുഷ്ട സാത്താൻ വചനത്തെ കോട്ടി നിന്റെ അടുത്ത് കൊണ്ടെത്താവുന്നതാണ്. ഇപ്പം മനുഷ്യനെ നശിപ്പിക്കാൻ ഉള്ള ഏക മാർഗം വചനം വചനം എത്തിക്കാതിരിക്കുക, അല്ലെങ്കിൽ എത്തിയ വചനം കൂട്ടിക്കളയുക. ഒരാളുടെ അടുത്ത് വചനം എത്തിക്കാതിരിക്കുക, തടയുക, അല്ലെങ്കിൽ എത്തിയ വചനത്തെ കൂട്ടിക്കളയുക. ഇതൊന്നും മനസ്സിലായില്ല അല്ലേ? ഇത് വചനത്തെ കൂട്ടുന്നതാണ്. ഈ നമ്മുടെ ശരീരം ദൈവത്തിന് വളരെ വിലയേറിയതാണ്. ഈ ശരീരം കൊണ്ടാണ് കർത്താവിന്റെ വേല ചെയ്യേണ്ടത്. ഈ ശരീരങ്ങൾ ഇപ്പൊ അപ്പോസ്തലനായ പൗലോസ് ശരീരത്തിൽ ഒരുപാട് രോഗിയായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട രോഗം തോൺ ഇൻ ദ ഫ്ലഷ് ആണ്. എന്ന് പറഞ്ഞാല് ഒരു സൂചി അങ്ങോട്ട് ശരീരത്തിൽ കുത്തി ഇറക്കിയിട്ട് കറക്കുകയാണെങ്കിൽ എന്തോ തോന്നും. എന്താ തോൺ ഇൻ ദ ഫ്ലഷ്? ഞാൻ ആ രോഗത്തിന് വിധേയനാണ്. അത് വന്നു കഴിഞ്ഞാല് 48 hours ഒരു പുഴു പെടയുന്ന പോലെ ഞാൻ പെടയും. ഒരു ട്രീറ്റ്മെന്റും ഇല്ല. ഈ ഞങ്ങളുടെ ഇവിടുത്തെ മരുന്നിൽ ഒരു ട്രീറ്റ്മെന്റും ഇല്ല. അപ്പം പെടയോ അത്രയൊക്കത്തുള്ളൂ. പൗലോസിന് ദൈവം എന്തെന്ന് അറിയാമോ? ഒരു ഫസ്റ്റ് ക്ലാസ് ഡോക്ടറെ കൊടുത്തു, ഡോക്ടർ ലൂക്ക്. അന്നത്തെ മെഡിക്കൽ സയൻസിന്റെ സംഗതി, പ്രത്യേകിച്ച് ഈ അലക്സാൻഡ്രിയൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി, വേൾഡിലെ ഏറ്റവും വലിയ മെഡിക്കൽ യൂണിവേഴ്സിറ്റി അലക്സാൻഡ്രിയൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ഓരോ രോഗത്തിനും ഓരോ സ്പെഷ്യലിസ്റ്റാണ്. ഓരോ രോഗത്തിനും ഓരോ സ്പെഷ്യലിസ്റ്റ് ഉള്ള കാലത്ത് ഇപ്പൊ നമുക്കിപ്പോ ഓരോ ഓർഗനാണ് സ്പെഷ്യലിസ്റ്റ്. ക്യാൻസർ പോലെ ചില രോഗത്തിന്റെ സ്പെഷ്യലിസ്റ്റ് ഉള്ളൂ. അപ്പൊ തന്നെ നമുക്ക് ആസ്മ സ്പെഷ്യലിസ്റ്റ് ഇല്ലല്ലോ, ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. ഇതുപോലെ ഓരോ രോഗത്തിന് സ്പെഷ്യലിസ്റ്റ് ഉള്ള കാലത്ത് ഒരു ഹൈലി സ്പെഷ്യലൈസ്ഡ് ഡോക്ടറെ കൂടെ സഞ്ചരിക്കാൻ കൊടുത്തു. അതിന് പെട്ടെന്ന് അതിന് മരുന്നുണ്ടാക്കി കൊടുക്കാൻ. സീ സിക്നസ് ഉണ്ട്, ഒരുപാട് രോഗങ്ങൾക്ക് വിധേയനായ ഒരു മനുഷ്യനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. കണ്ണിന്റെ ഭയങ്കര പ്രോബ്ലം, അതിഭയങ്കര കണ്ണിന്റെ പ്രോബ്ലം ഉണ്ട്. അപ്പം ഈ മാൻ ഓഫ് സിവിയർ ഡിസീസ്. അപ്പൊ ദൈവം ഒരു ഡോക്ടറെ കൂടെ കൊടുത്തു. എന്തിനു വേണ്ടി? മരുന്ന് കൊടുക്കാനായിട്ട്. അപ്പൊ ശരീരത്തെ സംരക്ഷിക്കുന്ന ചുമതല ആരുടെയാ? നമ്മുടേതാ. അത് ദൈവത്തിന് വളരെ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയാൽ. കാരണം നിങ്ങളുടെ ദേഹവും ദേഹിയും ആത്മാവും കർത്താവ് വരുമ്പോൾ അനിന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കപ്പെടുന്നതാണ്. നമ്മള് ദൈവസന്നിധിയിൽ ന്യായം വിധിക്കാൻ നിൽക്കുമ്പോൾ അവനവൻ ശരീരത്തിൽ ചെയ്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും 2 കൊരിന്ത്യർ 5:10 അതിന്റെ തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം ക്രിസ്തുവിന്റെ ന്യായസനത്തിന് മുമ്പിൽ നിൽക്കണം. എന്നോട് ചോദിക്കുക, ബാബു, നിനക്ക് ഞാൻ നല്ല ആരോഗ്യമുള്ള ശരീരം തന്നു, നീ അത് ആ ശരീരത്തിന് കേടുവരുത്തുന്നതായ ഒരു ലൈഫ് സ്റ്റൈൽ നീ തെരഞ്ഞെടുത്തു. 2, ആ ശരീരത്തിന്റെ കേടുവരുത്തുന്നതായ ജങ്ക് ഫുഡിൽ നീ അടിച്ചതിനകത്തൊരു കയറ്റി. 3, ആ ശരീരത്തിന് വേണ്ടി വിശ്രമം നീ കൊടുത്തില്ല. 4, നീ അതിനെ ഓവർ എക്സോസ്റ്റ് ചെയ്യിച്ചു. ഇനി നീ നിന്റെ ടേസ്റ്റ് സിസ്റ്റത്തെ ആണ് ഫോളോ ചെയ്തത്, നിന്റെ ഹെൽത്ത് റിക്വയർമെന്റ് അല്ല. മനസ്സിലായോ? അപ്പൊ നല്ല ചില സാധനങ്ങൾ വറുത്തും പൊരിച്ചും വെട്ടുകയും ചില ഒറ്റ അടിയം കടിക്കും. ഒരടങ്ങയുടെ ചോറും അതിന് ബാക്കി കഞ്ഞിവെള്ളം കൂടെ അടിക്കും. 30 വയസ്സാകുന്നതിന് മുമ്പേ ഡയബറ്റീസ് പിടിച്ചു. ഈ പുള്ളി ഭരിച്ചതല്ലയോ?
തീർച്ചയായിട്ടും. ഇദ്ദേഹം 90 വയസ്സ് വരെ ഇരുന്നുള്ള ഗുണമെന്നറിയാമോ? 80 വയസ്സ് വരെ യാത്ര ചെയ്തിരിക്കട്ടെ. ഈ യാത്ര ചെയ്യാതിരിക്കുന്ന സമയത്താണ് കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുന്നത്. കാര്യം അപ്പോൾ ഒരുപാട് വിസ്ഡം ഉണ്ടായി. ആ ഇരിപ്പിലിരിക്കുന്നപ്പോൾ ആളിനെ കാണാൻ ആൾക്കാർ വരും. എൻ്റെ ഗ്രാൻഡ് ഫാദർ 85-ാമത്തെ വയസ്സ് മരിക്കുന്നു. ലാസ്റ്റ് 5 years കുറച്ചേ യാത്ര ചെയ്തിട്ടുള്ളൂ. അവസാനത്തെ യാത്ര വരെ ഞാൻ അപ്പച്ചൻ്റെ കൂടെ ഉണ്ട്. പക്ഷെ വീട് നിറച്ച് എപ്പോഴും ആളാ. ഇതിന് കാണാൻ, പ്രാർത്ഥിക്കാൻ, വചനത്തിനുള്ള സംശയം തീർക്കാൻ, വചനം പഠിക്കാൻ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഓൾഡ് ഏജ് ഒരു വലിയ ബ്ലെസ്സിങ്ങാ എനിക്ക് തോന്നുന്നത്. അപ്പച്ചൻ ആരോഗ്യമായി നടന്ന കാലത്ത് കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചതിനെക്കാട്ടിൽ പ്രവർത്തിച്ചു. നേരെ മറിച്ച് ഈ പറഞ്ഞ പോലെ അൺഹെൽത്തി ആയ ഒരു ലൈഫ് സ്റ്റൈൽ ആയിരുന്നിരിക്കട്ടെ, 10-50 വയസ്സായപ്പോഴത്തേക്ക് തട്ടിപ്പോയി. അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും, നീ ഒരു 85 വയസ്സ് വരെ ജീവിച്ചതെങ്കിൽ 35 വർഷം കൊണ്ട് നീ ചെയ്തു തീർക്കേണ്ട ജോലി മുഴുവൻ ക്യാൻസലായിപ്പോയി. കാരണം നീ പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, ഉപവസിക്കാഞ്ഞിട്ടുമല്ല, ബോഡിയെ പ്രൊട്ടക്ട് ചെയ്തില്ല, നീ പാപം ചെയ്തിട്ടുമല്ല. എന്റെ ആത്മാവിന്റെ മന്ദിരമായി നിന്റെ ശരീരത്തെ നീ ശ്രദ്ധിച്ചില്ല. അപ്പൊ ആ നീ കാണിച്ച അവഗണന കാരണം എന്താ, എന്റെ വേലയ്ക്കാണ് മുടക്കം വന്നത്. അപ്പം ന്യായവിധി ദിവസത്തിൽ ആദ്യം എടുക്കുന്ന വാട്ട് ഡിഡ് യു ഡു വിത്ത് യുവർ ബോഡി, നിന്റെ ശരീരം. അത് കഴിഞ്ഞിട്ടാണ് സോളിന്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ വിസ്ഡം. വിസ്ഡം നശിപ്പിക്കുന്ന ഒരുപാട് ഇൻഫർമേഷൻ ഉള്ള ലോകത്തല്ലേ. മോശമായ പുസ്തകങ്ങൾ, മോശമായ ബുക്കുകൾ, മോശമായ സിനിമകൾ, മോശമായ കൂട്ടുകെട്ട്, മോശമായ സംസാരം അല്ലേ, അതെല്ലാം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പ്രോപ്പർ വിസ്ഡം നശിപ്പിക്കുന്നതല്ലേ. പാടില്ല. ഇനിയുമാണ് പ്രാർത്ഥനയും വചനധ്യാനവും ആത്മാവിന്റെ ആഹാരം. ഇത് മൂന്നും നീ എന്ത് ചെയ്തു എന്ന് അവിടെ കണക്ക് കൊടുക്കണം. അപ്പം ഒരു യഥാർത്ഥ ദൈവവൈതൽ തൻ്റെ ശരീരത്തെ എത്ര ഭംഗിയായിട്ട് ഗൗരവമായിട്ട് സൂക്ഷിക്കുന്നതാണ്. നമ്മൾ വിചാരിക്കുന്ന ശരീരത്തെ അടിച്ച് ഇടിച്ച് ദണ്ണിപ്പിച്ച് പുറത്തെ മനുഷ്യൻ അങ്ങ് ക്ഷയിക്കുമ്പം അകത്തെ മനുഷ്യൻ ഭൂന്ന് കയറി വരും. എവിടുന്ന് പഠിച്ചത് എനിക്കറിയാം. ദാറ്റ് ഈസ് മൈ വെരി വെരി താങ്ക് യു വെരി മച്ച് സർ. ഈ സെഷനിലെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. യേശുക്രിസ്തുവിന്റെ ജന്മത്തോട് ബന്ധപ്പെട്ട ഒരു വചനമാണ് മത്തായി സുവിശേഷം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ, കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറയുന്നു. ചോദ്യം ഇതാണ്, ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന നക്ഷത്രം അത് ഏത് നക്ഷത്രമാണ്? വാട്ട് ഈസ് ദ സ്റ്റാർ മെൻഷൻഡ് ഇൻ ദി അബൗവ് ടെക്സ്റ്റ്? ഫാന്റാസ്റ്റിക്. നമ്മൾ ഈ സ്റ്റാർസ് എന്ന് പറയുമ്പോൾ ഈ സോളാർ സിസ്റ്റത്തിലുള്ള നക്ഷത്ര വ്യൂഹങ്ങളുണ്ടല്ലോ, ആ നക്ഷത്ര വ്യൂഹങ്ങൾക്കൊക്കെ അതിന് മുടക്കം വരുത്താൻ കഴിയാത്ത ഒരു ഫങ്ഷൻ ഉണ്ട്. ഒന്ന്, അതിന് ഓർബിറ്റ് ഉണ്ട്, തോന്നുന്നതെല്ലാം പോകാനൊക്കത്തില്ല. 2, കറങ്ങാൻ ഒരു സ്പീഡുണ്ട്. എനിക്ക് ഇന്ന് വയ്യാത്തോണ്ട് ഞാൻ കറങ്ങുന്നില്ല പറയാൻ പറ്റത്തില്ല. സ്പീഡ് കുറയ്ക്കാനും ഒക്കത്തില്ല, കൂട്ടാനും ഒക്കത്തില്ല. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഒരു നക്ഷത്രമല്ല ഇത്. ഇതിനെ നമുക്ക് എന്ത് പറയാം? വാനനിരീക്ഷകരായ ഇവർക്ക് ദൈവം ഒരു അടയാളമായിട്ട് ഒരു ഒരു സ്റ്റാറിനെ കൊടുക്കുക. അപ്പൊ നമുക്കതിന് എന്ത് പറയാം? ഒരു ഹെവൻലി സൈൻ എന്ന് പറയാം. ഒരടയാളം കൊടുക്കുക, ഒരു സ്റ്റാർ, ഒരു വെളിച്ചം. അതിങ്ങനെ അവർക്ക് മുമ്പാക്കി പോയിക്കൊണ്ടിരിക്കും. ഇവരാരാ? ഇവർ വലിയ വിദ്വാനാ നമ്മൾ പറയും. ആ വിദ്വാനല്ല, ഭയങ്കര നോളജ് ഉള്ള സയന്റിസ്റ്റ് ആണ്, അസ്ട്രോണമിസ്റ്റ് ആണ്. അപ്പൊ അവർക്കറിയാം ഈ വ്യത്യാസം കാണുന്നുണ്ട്. അപ്പൊ അതിന് നമുക്ക് ഈ സോളാർ സിസ്റ്റത്തില് അല്ലെങ്കിൽ ഈ ഇതിലെ നക്ഷത്രങ്ങളായിട്ടല്ല പോയി. കാര്യം ഒന്നാമത് ആ നക്ഷത്രം നമുക്ക് കാണാൻ ഒക്കത്തില്ലല്ലോ. അതവിടെ നീങ്ങി വരേണ്ട എത്ര വർഷം എടുക്കുന്നേ. നക്ഷത്രം നമ്മൾ ഡിസ്റ്റൻസ് എന്തുവാ?
അതെ. പ്രകാശ വർഷങ്ങളുടെ ഡിസ്റ്റൻസ് അല്ലേ അതെ അതെ അല്ലേ? അത് നമുക്ക് വഴി കാണിക്കാൻ പറ്റും. ഇതിപ്പോ ഇവരുടെ തലയ്ക്ക് നേവളി നിൽക്കുകയാണ്, അതിങ്ങനെ മൂവ് ചെയ്യുക, ഉം. അവരാ വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വന്നു വന്നു നക്ഷത്രം എവിടെ വന്ന് നിൽക്കുന്നു? ഈ യേശു കുഞ്ഞിരിക്കുന്ന വീടിന്റെ അവിടെ വന്ന് നിൽക്കുന്നു അല്ലേ? അപ്പൊ നമുക്ക് അതിനെ ഒരു സെലസ്റ്റിയൽ സൈൻ എന്ന് പറയേണ്ടത്. ഇറ്റ്സ് എ സെലസ്റ്റിയൽ സൈൻ, ഇറ്റ്സ് നോട്ട് എ സ്റ്റാർ. അല്ല, വേറൊരു വേർഡ് ഉപയോഗിക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഒരു സ്റ്റാർ എന്ന് വേർഡ് ഉപയോഗിച്ചു. പക്ഷെ നമ്മൾ സ്റ്റാർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ആ സെൻസിൽ ഒരു സ്റ്റാർ അല്ലത്. ഇറ്റ്സ് എ സെലസ്റ്റിയൽ ലൈറ്റ് or a celestial sign. Yes. That's what it is. Exactly. ഒരുപാട് ടൈം എടുത്തു അല്ലേ? താങ്ക് യു വെരി മച്ച് ഫോർ ദ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ സർ. വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് സാർ വിശദീകരിച്ചു. ഈ പ്രാവശ്യം ഏതാണ്ട് മിക്കവാറും എല്ലാ ചോദ്യങ്ങൾക്കും 9-10 എപ്പിസോഡിലെ മിക്കവാറും എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള മറുപടി സാർ തന്നു കഴിഞ്ഞു. മൗന അറിയാലോ, നമ്മള് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവിലാണ് ആൻസർ പറയുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പം ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 5-8 ആഴ്ച കഴിഞ്ഞ് അതിന്റെ മറുപടി വരത്തുള്ളൂ. നമ്മൾ പറഞ്ഞാലും മറുപടി വരുന്നത് 5-8 ആഴ്ചയാണ്. കാരണം ഓൾറെഡി ഇപ്പൊ തന്നെ ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്ത് വെച്ചിരിക്കും, അറിയാമല്ലോ. ഇതിപ്പോ നമ്മൾ പ്രത്യേകം പെട്ടെന്ന് ഇടാൻ പോകുന്നത് ഈ ചോദ്യം ചോദിച്ചവരോടുള്ള ബഹുമാനം കൊണ്ടാണ്. അല്ല ഇപ്പൊ ഇത് ഒരു 6-7 ആഴ്ച കഴിഞ്ഞ് വരത്തുള്ളൂ ക്യൂ കിടക്കുകയാണെങ്കിൽ. ഗുഡ്. ഹോപ്പ് ദിസ് സെഷൻ വാസ് എ ഗ്രേറ്റ് ബ്ലെസ്സിംഗ്. തുടർന്നും നിങ്ങളുടെ ചോദ്യങ്ങൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഫോൺ നമ്പറിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ കമന്റ് ബോക്സിലോ നിങ്ങൾ അറിയിക്കുക. വി റിയലി അപ്രീഷിയേറ്റ് യുവർ കമന്റ്സ് ആസ് വെൽ ആസ് യുവർ ക്വസ്റ്റ്യൻസ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വൺസ് അഗൈൻ സർ. Bye.